ആ 13 വർഷം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 13 വർഷം കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. അവിടെ നിന്ന് 10 വർഷം നബീന റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെത്തി. ആ മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 10 വർഷം കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. 23 വർഷ കാലയളവിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ ഇന്നിരിക്കുന്ന 6000 ചില്ലുവാനം ആയത്തുകളുള്ള 114 അധ്യായങ്ങളുള്ള ഈ പരിശുദ്ധമായ ഖുർആൻ 23 വർഷ കാലയളവ് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 25,000 പ്രാവശ്യം ഇറങ്ങി വന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു അമൂല്യ നിധിയാണ് പരിശുദ്ധമായ ഖുർആൻ. അത് ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് എത്തിച്ചു കൊടുക്കാൻ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു. അത് സ്വഹാബാക്കൾ എത്തിച്ചു കൊടുത്തു. 1,24,000 അംബിയ മുർസലീങ്ങളെ പോലെ 1,24,000 സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. ഈ സ്വഹാബാക്കളിൽ 10,000 വരുന്ന സ്വഹാബാക്കൾ മാത്രമാണ് മദീനയിൽ ഇന്ന് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്വഹാബാക്കളൊക്കെ എവിടെ പോയി? അതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവർ ഈ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവർ യാത്ര പോയവരാണ്. അങ്ങനെ ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് അവരവിടെ ഷഹീദാക്കപ്പെട്ടവരുണ്ട്, വഫാത്തായവരുണ്ട്. അവരവിടെയൊക്കെയാണ് മൺമറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിൽ വന്നവരും കാണും, കേരളത്തിലും കാണും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകും. ഈ ഖുർആൻ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു അവരുടെ യാഥാർത്ഥ്യം, അവരുടെ ലക്ഷ്യം അതാണ്. ഖുർആനിന് എത്ര പേരുണ്ടെന്ന് നമുക്കറിയാവോ? അറിയോ സുഹൃത്തുക്കളെ? ഖുർആനിന് എത്ര പേരുണ്ടെന്നറിയാവോ? നമുക്കറിയാവുന്ന പേരേതാ? ഖുർആൻ. മുസാഫ് എന്നൊന്നും ഖുർആനകത്തൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച പേരാണ് മുസാഫ്. അതൊരു ഏടാണ്. അത് ഏട് എന്നാണ് നമ്മൾ അതിനറിയപ്പെടുന്നത്. ഏട് എന്നാണ് നമ്മൾ അതിന് പറയുക. അല്ലാതെ നമ്മൾ മുസാഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു 2 ബൈൻഡൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഒരു കിതാബ് നമ്മൾ പൊതിഞ്ഞൊരു പുസ്തകം വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ലാതെ അതിനകത്ത് ഖുർആനിൻ്റെ മറുപടിയാണ് നമുക്ക് വേണ്ടത്. ഖുർആനിൻ്റെ പേര് ഖുർആൻ തന്നെ പറയണം. അള്ളാൻ്റെ കലാമിന് പേരിടേണ്ടത് അള്ളാണ്, നമ്മളല്ലല്ലോ, അല്ലേ? ഞാനിപ്പോൾ ഒരു വീട് വെച്ചാൽ ഈ വീടിന് പേരിടേണ്ടത് ഞാനാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് പേരിടേണ്ടത് ഞാനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ തന്തമാർ നേരെ ഉസ്താദിനെ വിളിച്ചു ചോദിക്കും, ഉസ്താദെ എൻ്റെ കുട്ടിക്കൊരു പേരിടണം. ഉണ്ടാക്കിയവനാണ് ഇടേണ്ടത്, കുട്ടി ഉണ്ടാക്കിയവനാണ് പേരിടേണ്ടത്. അതല്ലാതെ വേറെ ആളുടെ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് അതിനുള്ള അറിവില്ല. ശരിയല്ലേ? അതിനുള്ള അറിവ് എനിക്കില്ല. അപ്പം അറിവ് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വാങ്ക് വിളിക്കേണ്ടത് ആരാണ്? വാപ്പ വാങ്ക് വിളിക്കണം, വാപ്പയുടെ വാങ്ക് വിളിക്കണം, അല്ലെങ്കിൽ ഉമ്മ വിളിക്കണം. പക്ഷെ നമ്മൾ ആ സമയത്ത് ആരെ വിളിക്കും? നമ്മൾ മുക്രിയെ വിളിക്കാൻ പോകും. നമ്മൾ പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്ത് ബൈക്ക് എടുത്തിട്ട് തൊട്ടടുത്ത പള്ളിയിലെ സറാമ്പിയിൽ അവിടെ പോയിട്ട് ഒരു നിസ്കാര പള്ളിയിൽ ആ മുക്രിയെ വിളിച്ചുകൊണ്ട് എൻ്റെ വൈഫ് പ്രസവിച്ച്, ഉസ്താദെ ഒന്ന് പെട്ടെന്നൊന്ന് വരണം, ഒന്ന് വാങ്ക് വിളിക്കണം ഉസ്താദെ. പ്രസവിച്ച് 40 മിനിറ്റ് 50 മിനിറ്റ് ആയിക്കാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ടുണ്ടാവും. ആ കുട്ടി ദുനിയാവിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി പിന്നെ കേൾക്കുന്നത് എന്താണ്? അവസാനമാണ് കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിന് മുമ്പ് ദുനിയാവിൻ്റെ സംസാരം എല്ലാം കേട്ടു. കാരണം എന്ത്? വാപ്പാക്കറിവില്ല. ഒരു ബാങ്ക് വിളിക്കാനുള്ള അറിവ് വാപ്പാക്കില്ല. ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന മറുപടി നിങ്ങൾ തരണം. ഇത് ക്ലാസ്സാണ്, ഇത് വാളല്ല. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊണ്ട് നിങ്ങളെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. ഉറങ്ങുന്ന ആളുടെ ഷർട്ടിൻ്റെ കളർ വെച്ച് ഞാൻ വിളിച്ചു പറയും. ഇത് കേൾക്കാനാണ്. നമുക്ക് കുറഞ്ഞ സമയം 1-2 മണിക്കൂർ സമയം നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കാനാണ്. ഇത് ഖുർആനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാക്കാനാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം, തെറ്റാണെങ്കിൽ തെറ്റെന്ന് നിങ്ങൾ പറയണം. കേവലം നമ്മുടെ കുട്ടിക്ക് നമുക്ക് ബാങ്ക് വിളിക്കാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കണ്ടേ നമുക്ക്? ഇനി എന്നാ പഠിക്കുക? എന്നാണ് നമ്മൾ പഠിക്കുക? ഒരു ബാങ്ക് വിളിക്കാൻ. നമ്മുടെ ഭാര്യ പ്രസവിച്ചു, ആ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഭാര്യയ്ക്ക് പ്രസവ സമയമാകുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള ദുആകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദിനെ കണ്ടിട്ട്, ഉസ്താദ് എൻ്റെ ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകണം എന്തെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം വലിയ വെറ്റിലയിൽ എഴുതിത്തരും, അല്ലെങ്കിൽ പുകയിലയിൽ എഴുതിത്തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതിത്തരും. എന്നിട്ട് ഇത് ചുരുട്ടി കൂട്ടി കൊണ്ട് കൊടുക്കുക, അവൾ തിന്നട്ടെ, അല്ലെങ്കിൽ വയറ്റിൽ കൊണ്ട് വെക്കുക. ഇതൊക്കെയാണ് അവർ പറയുക.
പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഒരു ഗർഭിണിയായ പെണ്ണ് അവൾ എന്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവര് ഗർഭിണിയായിരുന്ന സമയത്ത് ഫാത്തിമ ബീവിയോട് എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കണ്ടേ? അതിന് നമ്മൾ ആരെ സമീപിക്കുന്നത്? ഉസ്താദിനാണ്. അപ്പോൾ കുട്ടി പ്രസവിച്ചാൽ ഉസ്താദ്, പ്രസവിക്കുന്നതിന് മുമ്പ് ഉസ്താദ്, ഗർഭിണി ആയില്ലെങ്കിൽ ഉസ്താദിനെ വിളിച്ച് ദുആ, ഗർഭിണി ആയ ഉസ്താദ് അന്നേരം ദുആ ചെയ്യണം, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ഉസ്താദ്, തലാക്ക് ചൊല്ലിക്കണം ഉസ്താദ്, ഇതെല്ലാം ഉസ്താദ്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ ഹബീബേ? പഠിക്കണോ വേണ്ട? ഇതെന്നാ പഠിക്കുക? ഖബറിപ്പോ സമയമായി. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഖുർആനിന് എത്ര പേരുണ്ട്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനകത്ത് നമുക്ക് പേര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഖുർആൻ എന്ന്. വഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനെ കുറിച്ച് പറയാണ്, വഇദാ ഖുരിയൽ ഖുർആൻ فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ കേട്ടാൽ, ഖുർആൻ ഓതപ്പെട്ടാൽ, വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ പറഞ്ഞപ്പോൾ നമ്മൾ ഖുർആന്റെ ക്ലാസ് തുടങ്ങിയാൽ, ഖുർആൻ ചർച്ച ചെയ്താൽ, ഫസ്തമിഉ ലഹു, നല്ലതുപോലെ ചെവി കൊടുത്ത് നിങ്ങളത് കേൾക്കണേ, വഅൻസിതു, നിശബ്ദരായിരിക്കണേ, ലഅല്ലകും തുർഹമൂൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യും. അല്ലാഹു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ അല്ലാഹ് ഇവിടെ വെച്ച ഉപാധി എന്താ? വെറുതെ കരുണ കിട്ടൂല. അല്ലാഹ് ഇവിടെ വെച്ച ഉപാധി എന്താണ്? വഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ ഓതുമ്പോൾ കേട്ട് നല്ലപോലെ കേൾക്കണം. വെറുതെ കേട്ടാ പോരാ, കേട്ട് മിണ്ടാണ്ടിരിക്കണം. അത് ചെവി കൊടുത്ത് കേൾക്കണം. നമ്മൾ കാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ റെക്കോർഡിടും കാറിലൂടെ. പക്ഷേ നമ്മളവിടെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും വലിയ തെറ്റ്, റഹ്മത്ത് നമുക്ക് നഷ്ടപ്പെടും. കല്യാണ വീടുകളിൽ ഖുർആനിൻ്റെ കാസറ്റ് ഇടും, ഭയങ്കരമായ ഖിറാഅത്ത് നടക്കും. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചർച്ചകൾ നടക്കും, ഖുർആൻ കേൾക്കാൻ ആരുമില്ല. ഏറ്റവും വലിയ തെറ്റ്, റഹ്മത്ത് അവിടെ നമുക്ക് നഷ്ടപ്പെടും. ഖുർആൻ ശപിക്കും. മൻ ദല്ലദി യഖറഉൽ ഖുർആൻ വഹുവ യൽഅനുഹു. ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, പക്ഷേ ആ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഖുർആൻ ഇങ്ങനെ ആൾ ഓതും, ഖുർആനിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ, ഖുർആനുമായി ബന്ധമില്ലാതെ, ഖുർആനിൻ്റെ തജ്വീദ് നിയമങ്ങൾ അഹ്കാമുകളൊന്നും നോക്കാതെ അവനിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ ഖുർആൻ ഇങ്ങനെ റെക്കോർഡിടും. ആ ഖുർആൻ ആരും കേൾക്കാനില്ല, വെറുതെ അവിടെ സംസാരങ്ങളിൽ കഴിഞ്ഞുകൂടും. ആ ഖുർആൻ അവനെയും ആ കൂട്ടരെയും ശപിച്ചുകൊണ്ടിരിക്കും. കാരണം ഖുർആൻ കേൾക്കാൻ ആരുമില്ല. അതിങ്ങനെ റെക്കോർഡ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വലിയൊരു പരിപാടി നടക്കുന്നു, കല്യാണ സദസ്സ് അല്ലെങ്കിൽ മറ്റേതോ ഒരു സദസ്സ്, അവിടെ ഭയങ്കരമായിട്ട് ഖുർആനിൻ്റെ റെക്കോർഡ് ഇടപ്പെടുന്നു. പക്ഷേ ആരും ആ ഖുർആൻ കേൾക്കുന്നില്ല. അവിടെ റഹ്മത്ത് കിട്ടൂല, ശാപമാണ് ഇറങ്ങുന്നത്. ആരെങ്കിലും എന്താ ചിന്തിക്കാത്തത്? ഞാൻ ഖുർആൻ കൊണ്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് വേറെ ചർച്ചയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഖുർആനിന് അല്ലാഹു തആല നൽകുന്ന പേരാണ് ഖുർആൻ എന്ന്. ഷഹ്റു റമളാൻ الذي أنزل فيه القرآن. റമളാൻ മാസത്തിലാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. അതിന് അല്ലാഹു തആല പേര് നൽകി അൽ ഖുർആൻ. അല്ലാഹു അതിന് പേര് നൽകിയത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പേര് നൽകിയത്. ആ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ മിണ്ടാണ്ടിരിക്കണം, കേൾക്കണം. ഇതാണ് ഖുർആനോടുള്ള അദബ്. ഇന്ന് ഇത് ഓതപ്പെടുന്ന സമയത്ത് അത് കേൾക്കാനും അതിനെ ശ്രവിക്കാനും അതിനെ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകാതെ വരുന്നത് കൊണ്ടാണ് ആ ഖുർആൻ്റെ ശാപം നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, സദസ്സിലിറങ്ങുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന, ദുആ ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിനും ഖബൂലിയത്ത് ഉണ്ടാകാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ചിന്തിച്ചോളി. അതിൻ്റെ കാരണം ഖുർആൻ പറഞ്ഞ വാക്കാണ്, ലഅല്ലക്കും തുർഹമൂൻ.
അമറല്ലാഹു തആല عند تلاوة القرآن إعلاما واحتراما ولعلها منجية أن يرحمها. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങൾ ആ പരിശുദ്ധമായ ഖുർആനിനെ നല്ലവണ്ണം കേൾക്കണേ. നല്ലപോലെ കേൾക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രവിക്കണം. എന്നാൽ മാത്രമേ അള്ളാഹു ആ ഖുർആൻ കൊണ്ട് നമുക്ക് റഹ്മത്ത് ചെയ്യൂ. ഇല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യൂല, ശാപമായിരിക്കും പിന്നെ ഉണ്ടാവുക. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാട്ടെ. അതുകൊണ്ട് റഹ്മത്ത് ഉണ്ടാകണമെങ്കിൽ ഖുർആൻ നല്ലപോലെ കേൾക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ. അതിന് ഖുർആനാണ് നമുക്ക് മറുപടി നൽകുന്നത്. ഖുർആൻ കൊണ്ട് തന്നെ മറുപടി. അതേപോലെ അള്ളാഹു ഖുർആനിന് അടുത്ത നൽകുന്ന പേര് അദ്ദിഖർ. അദ്ദിഖർ ഖുർആന്റെ പേരാണ് ദിക്ർ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ, ഈ ഖുർആനിനെ നാം ഇറക്കി. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം അതിനെ സംരക്ഷിക്കും. നാം സംരക്ഷിക്കും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. പരിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. ഒരു ഹാഫിളിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. ഖുർആൻ മനപ്പാഠം ചെയ്തവനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ സംരക്ഷിക്കേണ്ട ചുമതല അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. ആരെല്ലാം ഖുർആനിനെ കത്തിച്ച് കളഞ്ഞാലും, ഖുർആനിനെ ആര് ഏത് ഗവൺമെന്റ് ബാൻ ചെയ്താലും, ആരുടെ ഖൽബിന്റെ ഉള്ളിലാണോ ആ ഖുർആൻ ഒളിച്ചിരിക്കുന്നത്, ആ ഖുർആനിനെ തുടച്ചു നീക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ആസാൻ നഹി മിട്ടാന നാമോ നിഷാൻ ഹമാര. നമ്മുടെ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ അടയാളം ഒരാൾക്കും വളരെ പെട്ടെന്ന് തുടച്ചു നീക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഈ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയെങ്കിൽ ആ ഖുർആനിനെ സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതുമായ ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. അപ്പം അവിടെ അവൻ ഖുർആൻ കത്തിച്ചു, ഇവിടെ ഖുർആൻ കത്തിച്ചു, അതുകൊണ്ട് നമുക്കെന്ത് പ്രശ്നം? ഖുർആൻ കത്തിച്ചുകൊണ്ട് നമുക്കെന്ത് പ്രശ്നം? ഖുർആന് വല്ല കുറവ് വരുന്നോ? ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്നിപ്പോൾ ഒരു ഗവൺമെൻറ് ഈ ഖുർആൻ മേലാൽ ഒരാളും പള്ളിയിൽ ഖുർആൻ എടുത്തു പോകരുത്, ഖുർആൻ ഓതിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ബാൻ ചെയ്ത് എല്ലാം കത്തിച്ചു കളയണം എന്നൊരു തീരുമാനമെടുത്താൽ ഖുർആൻ ഇല്ലാതാവുമോ? ആകുമോ? ആകുമോ സുഹൃത്തുക്കളെ? കാരണം എന്താണ്? എത്രയോ ഹാഫിളീങ്ങൾ അത് ഖൽബിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞു. ഇനി അത് എഴുതി നമുക്കുണ്ടാക്കാം, നമുക്കത് ഓതി പൂർത്തിയാക്കാം. എന്നാൽ നമുക്ക് ഏതെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഒരു മതക്കാരുടെ ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ചോദിച്ചു നോക്കി, നിങ്ങൾക്കിത് കാണാപ്പാടം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി, സംസ്കൃതം ചോദിച്ചു നോക്കി, ബൈബിള് ചോദിച്ചു നോക്കി, ജൂതന്മാരുടെ ചോദിച്ചു നോക്കി, ഗ്രന്ഥങ്ങൾ എടുത്ത് വെച്ച് ചോദിച്ചു നോക്കി, ഇത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല അവഗാഹമുണ്ടോ എന്ന്. 5 വയസ്സായ കുട്ടികൾ മുതൽ പരിശുദ്ധമായ ഖുർആനിനെ ഓതി നമുക്ക് കേൾപ്പിച്ചു തരും. 5 വയസ്സായ കുട്ടികൾ മുതൽ പരിശുദ്ധ ഖുർആനിനെ നമുക്ക് ഓതി കേൾപ്പിച്ചു തരും മനപ്പാഠം ചെയ്തവർ. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ 5 വയസ്സാകുമ്പോഴേ ആദ്യമായി പഠിപ്പിക്കുന്നത് കുട്ടികളെ ഖുർആനാണ്. 8 വയസ്സാകുമ്പോൾ ഹാഫിളായി, 9 വയസ്സാകുമ്പോൾ ഹാഫിളായി. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല 9 വയസ്സിൽ ഹാഫിളായി. മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല ചെറുപ്പത്തിൽ ഹാഫിളായി. 10 വയസ്സിനുള്ളിൽ 12 വയസ്സിനുള്ളിൽ ഹാഫിളായി. എത്ര മഹാന്മാരൊക്കെ ചെറുപ്പത്തിലെ ഹാഫിളീങ്ങളായി. നമ്മുടെ മക്കളെ 5 വയസ്സാകുമ്പോൾ നമ്മൾ ABCD A ഫോർ ആപ്പിൾ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. A ഫോർ അല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ നമ്മൾക്ക് തയ്യാറാവുന്നില്ല, അതിന് കൊണ്ടുപോകില്ല. 5 വയസ്സായ കുട്ടിക്ക് പാട്ട് പാടാനുള്ള നല്ല പ്രാവീണ്യമുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികൾക്ക്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കി, പട്ടുറുമാലെടുത്ത് നോക്ക്. 5 വയസ്സായ കുട്ടി, 6 വയസ്സായ കുട്ടി നല്ല സ്വരമാധുര്യത്തോടുകൂടി താളാത്മകമായ നിലയിൽ അവൾ പാട്ട് പാടും. കാണാതെ പാടും. ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഏത് പാട്ട് വേണം നിങ്ങൾ ചോദിച്ചു നോക്കി, അതെല്ലാം അവർ കാണാതെ അവർ പാടും. എന്നാൽ ആ കുട്ടിയോടൊരു സൂറത്ത് ചോദിച്ചു നോക്കി, കാണാതെ ഓതോ സുഹൃത്തുക്കളെ? നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുട്ടികൾ, 5 വയസ്സായ കുട്ടികൾക്ക് 10 സൂറത്ത് അറിയാവുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടോ? തള്ളമാർ കൈവക്ക്, തന്തമാർ കൈവക്ക്. രണ്ട് പെണ്ണും ഒരാണും കൈവക്കിയിട്ടുണ്ട്. ഗൾഫിലാണോ? വിദേശത്താണോ?
നാട്ടിൽ തന്നെ അൽഹംദുലില്ലാ വലിയ 5 വയസ്സ് പഠിപ്പിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അള്ളാഹ് ബർക്കത്ത് ആ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, ഹാഫുളീങ്ങളാക്കട്ടെ, ഹാഫുളാത്തുകളാക്കട്ടെ. 3 പേര്, 2 പെൺകുട്ടി, 2 പെണ്ണുങ്ങൾ, ഒരാണ്. എന്നാലും അതൊരു ന്യൂനപക്ഷ അല്ലേ? അതൊരു ന്യൂനപക്ഷ അല്ലേ? അല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? അതൊരു ന്യൂനപക്ഷ അല്ലേന്ന്. മതിയോ? നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയോ? നമ്മുടെ കുട്ടികൾ 5 വയസ്സായ ഒരു മോളെ വിളിച്ച് കൂട്ടി ഇരുത്തിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് ഓതൂലേ അബീവേ? പക്ഷെ നമ്മൾക്ക് അതിന് സമയമില്ല. നമ്മൾ പ്രാമുഖ്യം നൽകുന്ന ഏതിനാണ്? പാട്ട്. 5 വയസ്സായ കുട്ടികൾ എത്ര പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. 6 വയസ്സായ കുട്ടികൾ പാടുന്ന പാട്ട് കേൾപ്പിച്ചുതരാം. എന്ത് നല്ല പാട്ട്! 6 വയസ്സായ കുട്ടികൾ, കൊച്ചു കുട്ടികൾ. നിങ്ങൾ ഞാൻ എന്തിനു കേൾപ്പിക്കുന്നത്? ഇന്നത്തെ കാലം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് യൂട്യൂബിൽ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ആ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഖുർആൻ പഠിപ്പിക്ക്. 5 വയസ്സ് മുതൽ ഉമ്മമാർ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മോൻ 8 വയസ്സാകുമ്പോൾ ഖുർആൻ, ഈ കുട്ടി ഹാഫിളായ ഉണ്ടല്ലോ, ബുദ്ധി വികസിക്കും, ഭയങ്കരമായ ബുദ്ധിയായി മാറും. അള്ളാഹു അതിൽ വലിയ ബുദ്ധി വെച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഖുർആൻ പഠിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനോടുകൂടി ആ കുട്ടിയെ സംരക്ഷിക്കും. വല്ലാഹി സംരക്ഷിക്കും. ഖുർആൻ ആരുടെ ഖൽബിലുണ്ടോ അള്ളാഹു അവരെ സംരക്ഷിക്കും. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ്സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിച്ചവരെ, സ്വാലിഹീങ്ങളെ, ഹാഫിളീങ്ങളെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞ വാക്കാണ്. നമ്മൾ ഇവരെന്തിനാ പേടിക്കുന്നത്? ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ്സാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, യോ ഒന്നും പറയല്ലോ, അത് ശൈത്താൻ വന്ന് യശി വന്ന് ഇറങ്ങി കത്തിച്ച് കളയും, ചാമ്പലാക്കി കളയും, അങ്ങനെയൊന്നും പറയല്, അവരെ കുറ്റം പറഞ്ഞത് ഇവരെ കുറ്റം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല ഇറക്കിയ ആയത്താണ്, സാലിഹീങ്ങളെ ഒന്നും ഒന്നും ചെയ്യൂല. ഒരു ശൈത്താനും ഒരു യക്ഷിയും ഒരു നാഗവല്ലിയും ആരും ഒന്നും ചെയ്യൂല. അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാകും എന്ന് വിശ്വസിക്കണം. അതേപോലെ ഖുർആൻ പഠിച്ചവരെ അള്ളാഹ് സഹായിക്കും, അത് നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മുടെ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കിയോ? പേടിക്കണ്ട, അള്ളാഹ് സഹായിക്കും. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാമാണ് അതിനെ സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് നൽകിയ രണ്ടാമത്തെ പേരെന്താണ്? ഉറക്കെ പറ. ദിക്ർ. അത് ദിക്ർ. എന്താ ഉറക്കെ പറയാത്തെ? ഖുർആൻ പഠിക്കാൻ വന്നതല്ലേ. രണ്ടാമത്തെ പേര് ഖുർആനിൽ മാത്രമല്ല, രണ്ടാമത്തെ പേര് അദ്ദിക്ർ. മൂന്നാമത്തെ പേര് അൽ കിതാബ്. മനച്ച് സൗണ്ട് കൂടെ വേണം. എന്താണ് സൗണ്ട്? കുറച്ച് സൗണ്ട് കൂടി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റാഹത്ത്. ഇനി 2 ട്രിപ്പ് വെക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം. ഈ ഫീഡ്ബാക്ക് ഒന്ന് ഇങ്ങോട്ടൂടെ. എനിക്ക് 2 തീർച്ചയായിട്ടും. ഇച്ചിരി സൗണ്ട് കുറവ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല റാഹത്തായിരുന്നു, ഈ പ്രാവശ്യം എന്തോ ഉറപ്പ്. സൗണ്ട് കൂട്ടപ്പോൾ. മൂന്നാമത് നമ്മൾക്ക് ഖുർആനിന് അല്ലാഹു തആല നൽകുന്ന പേര് കിതാബ്. എന്താ പറഞ്ഞേ? കിതാബ്. അലിഫ് ലാം മീം. അടുത്ത ആയത്തോത്. അതിന് കുറച്ച് മതി. മൊത്തം ഓതി തീർക്കല്ലേ, ഫുൾ ഓതി തീർക്കരുത്. നമുക്ക് ആ ഒരു ഒറ്റ ആയത്, ഈ പേര് വരുന്ന മാത്രം ഓതിയാൽ മതി. അലിഫ് ലാം മീം ദാലികൽ കിതാബ്. അല്ലാഹു ഖുർആന്റെ പേരിട്ട് എന്താണ്? അൽ കിതാബ്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി. പേടിക്കണ്ട, സംശയമേ വേണ്ട. ഈ ഗ്രന്ഥം ഇത് സംശയം വേണ്ട, ഒരിക്കലും സംശയം വേണ്ട. അതഅമുറൂന അന്നാസ ബിൽ ബിർ وتنسون أنفسكم وأنتم تتلون الكتاب. നിങ്ങൾ നന്മ ഉപദേശിക്കുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകുന്നു. എന്നെക്കുറിച്ചുള്ള ആയത്താണ്. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ഉപദേശിക്കുന്നു, പക്ഷേ സഹോദരാ നിന്റെ സ്വഭാവത്തെ നീ മറന്നു പോകുന്നു. വഅൻതും തത്ലൂനൽ
കിതാബ്. നിങ്ങൾ ഖുർആനോ ഓതുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്. അഫലാ തഅഖിലൂൻ, നിനക്കെന്തേ ബുദ്ധി വെക്കാത്തത്, നിനക്കെന്തേ വിവരം വെക്കാത്തത്? അള്ളാഹ് ചോദിക്കാണ്, നമ്മളോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇതൊക്കെ ഖുർആൻ ഓതിയിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ് അള്ളാഹ് പുറത്ത് തരട്ടെ ഉടച്ചവനെ. നമ്മളിതൊക്കെ പ്രസംഗം മാത്രമല്ലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ ഉസ്താദന്മാരെ നോക്കി പറയുന്ന ആയത്താ ഇത്. എന്നെ പോലുള്ളവരെ നോക്കിയിട്ട് പറയാണ്, ജനങ്ങൾക്ക് നിങ്ങൾ ഉപദേശം കൊടു, എന്നിട്ട് നിന്നെ കുറിച്ച് നീ മറന്നുപോയി. നിങ്ങൾ ഓതുന്നതോ അള്ളാഹുവിന്റെ കലാമാണ്, ഗ്രന്ഥമാണ്. അപ്പൊ അവിടെ അള്ളാഹു കിതാബുൻ വഹാദാ കിതാബുൻ അൻസൽനാ, അതാ കിതാബ്, ഈ ഖുർആൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന് നൽകിയ പേരെന്താണിത്? എന്താ പറഞ്ഞ മൂന്നാമത്തെ പേര്? എത്ര പേരാ പറഞ്ഞ മൊത്തം? 1 2 3. പഠിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ ഖുർആൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഖുർആൻ ഇട്, ഇപ്പം നേരത്തെ ഒരാൾ മുസ്ഹഫ് ഇട്, അതൊരു ഏട്, അത് മുസ്ഹഫ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായിട്ട് പറയുന്നു പരിശുദ്ധമായ ഖുർആനിന് മൗഇളത്ത്. ഇതൊരു വലിയൊരു മൗഇളത്ത്, ഉപദേശമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മിനല്ലാഹി മൗഇള, ജനങ്ങളെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ഉപദേശം ഇതാ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു മൗഇളത്താണ്, ഒരു ഉപദേശമാണ് ഇതിനകത്തുള്ളത്. വലിയ ഉപദേശ നിർദ്ദേശങ്ങളാണ്. നമ്മളോടൊക്കെ അല്ലേ അള്ളാഹ് വിളിച്ചു ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, യാ അയ്യുഹർ റസൂൽ, ഏ പ്രവാചകരെ, യാ അയ്യുഹൻ നബിയു, ഏ നബിയേ. ഓരോരുത്തരും അള്ള വിളിച്ചു ചോദിക്കുകയാണ്, എല്ലാം അള്ള വിളിച്ചു ചോദിക്കുകയാണ്. ഉപദേശമാണിത്. ഖദ് ജാഅകും മിനല്ലാഹി, ഖദ് ജാഅത്കും മൗഇളത്തും മിനല്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഉപദേശമാണ് ഇതാ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. മൗഇളത്താണ്. അപ്പോൾ ഈ ഖുർആൻ നമ്മളിവിടെ ഉപദേശിക്കുന്നത് മൗഇളത്താണ്, ഈ ഒരു ഉപദേശം. അപ്പൊ ഖുർആൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ് ഈ ക്ലാസ്സിന് പേരിട്ടത്. മൗഇളത്താണ്, ഇവിടെ ഉപദേശമാണ്. ഇതൊരു വലിയൊരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഈ ഖുർആൻ നമുക്ക് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് അല്ലാഹു തആല ഒരു പേരിട്ടു, മൗഇളത്ത്. കലാമുള്ള, അള്ളാഹുവിന്റെ കലാം, അവന്റെ സംസാരം. കലാം എന്ന് പറയുമ്പോൾ അള്ളാഹു സംസാരിച്ചതിനാണ്, പരിശുദ്ധമായ ഖുർആനിനാണ് കലാമുള്ള എന്ന് പറയാ. വഇന്ന ഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുശ്രിക്കീങ്ങൾ വന്ന നബിയെ, അങ്ങയോട് അഭയം ചോദിച്ചാൽ അങ്ങ് അഭയം കൊടുക്കണം. ഉണ്ടോ? ഒരു ഹിന്ദു വന്ന് നമ്മളോട് അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. ഒരു ക്രിസ്ത്യാനി വന്ന് അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. ഒരു ജൂതൻ വന്ന് നമ്മളുടെ അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്, അല്ലാഹുവിന്റെ കലാം കേൾക്കുന്നതിനുള്ള അവസരം അവർക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കണേ പ്രവാചകരെ. ഖുർആൻ കേൾക്കണം, അവരെയും വിളിക്കണം. ഖുർആൻ കേൾക്കാൻ ഹിന്ദുക്കളെ വിളിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. അവരും കേൾക്കട്ടെ എന്ന് ഖുർആൻ, അവരും കേൾക്കട്ടെ ഹദീസ്, അവരും കേൾക്കട്ടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ. മനസ്സിലായില്ല? അവരും കേൾക്കണ്ടേ എന്താണ് ഈ ഖുർആൻ പറയുന്നത്. ഈ ഖുർആനകത്ത് വെട്ടണം കുത്തണം എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. അത് തെറ്റിദ്ധാരണയ്ക്ക് പരിഹാരമുണ്ട്. വാ ഖുർആൻ വാ, പഠിക്ക്, ഇരിക്ക്. ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്, അല്ലാഹുവിന്റെ കലാം അവർക്ക് കേൾപ്പിക്കാൻ വേണ്ടി അവർക്ക് നിങ്ങൾ അഭയം കൊടുക്കണേ പ്രവാചകരെ. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് വഴികാട്ടിയാണ്, മാനവ സമൂഹത്തിന് ദൃഷ്ടാന്തമാണ്. അത് ഒരിക്കലും
ഒരു പ്രകോപനമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും ആ ഖുർആനിൽ ഒരു വാക്ക് പോലും പഠിപ്പിക്കുന്നില്ല. അവർക്ക് അഭയം കൊടുക്കുക, അവരെ സംരക്ഷിക്കുക, സഹായിക്കുക എന്നൊക്കെയാണ് നല്ല വർത്തമാനങ്ങളാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട പേരാണ് കലാമുല്ലാഹ്. അല്ലാഹുവിന്റെ കലാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാം. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അല്ലാഹു തന്നെയാണ് ഖുർആനിന് പേര് അല്ലാഹു ഇട്ടേക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് നമുക്കതിന് പരിശുദ്ധമായ ഖുർആനിൽ പേരിട്ട്. മക്കയ്ക്ക് പല പേരുകളുണ്ട്. മക്കയ്ക്ക് നമ്മൾ മക്ക എന്നല്ലേ പിടിച്ചിട്ടുള്ളൂ അല്ലേ? മക്കയ്ക്ക് എത്ര പേരുണ്ടെന്നറിയോ? എത്ര പേരുണ്ട്? ആകെ നമുക്കറിയാവുന്ന മക്ക എന്ന് മാത്രമാണല്ലേ? അല്ല, ഒരുപാട് പേരുണ്ട്. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, ബൈത്തുള്ള, കാബത്തുള്ള, ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അന്നേരം അങ്ങോട്ട് കയറാം. നമ്മളെല്ലാം പഠിക്കണം. എത്ര കാബയുണ്ട് അറിയോ? എത്ര കാബയുണ്ട്? 15 എണ്ണം ഉണ്ട്. 15 എണ്ണം ഉണ്ട്. അറിയോ? നമുക്ക് നമ്മുടെ കാബ എത്രാമത്തതിലാണെന്ന് അറിയോ? ഇപ്പൊ നിൽക്കുന്നത് 10. സെന്ററിൽ എന്ന് പറഞ്ഞ കാര്യമില്ല, പഠിക്കണം. അത് വരുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. ആ ആയത്ത് വരുമ്പോൾ നമ്മൾ അവിടെ കയറ്റും ഇൻഷാ അല്ലാഹ്. മനസ്സിലാക്കണ്ടേ? നമ്മളിത് ഒരു കാബ, ഒരു മക്ക, ഒരു മദീന. മദീനയ്ക്ക് എത്ര പേരുണ്ട്? റസൂലുള്ളാഹിക്ക് എത്ര പേരുണ്ട്? അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? അസ്മാഉൽ ഹുസ്ന എത്ര? ഉറക്കെ പറയേ. അല്ല, അതാ പ്രശ്നം. അതാ ഖുർആൻ പഠിക്കാത്തതിൻ്റെ കുഴപ്പം. അസ്മാഉൽ ഹുസ്ന 99 ആണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹ്ക്ക് നാമങ്ങളുണ്ട്, അല്ലാഹ്ക്ക് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അത് പഠിപ്പിച്ചു തരും ആ സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ്. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് 99 അല്ല. എല്ലാ ഹദീദും ആയത്തും ഓതി തന്നെ ഞാൻ സ്ഥിരപ്പെടുത്തി തരും. ഞാൻ അല്ലാതെ വെറുതെ ഒന്നും ഞാൻ പറയൂല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പുതിയത് ദീൻ കൊണ്ടുവന്ന ആളൊന്നും അല്ല. ദീനെ അബൂബക്കർ എന്ന് പറഞ്ഞ് ദീനെ ഇലാഹിന്ന് ദീനെ അക്ബർ ഒന്നും അല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് തന്നെയാണ് ഇത് സംഭവം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞത്. ഈ ഖുർആനിൻ്റെ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വേദി കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകണോ വേണ്ടേ? അതിനാണ് ഞാൻ പറഞ്ഞത്. അത് പഠിക്കണം, മനസ്സിലാക്കണം. അബീവേ, എത്ര ഉസ്താദ്മാർക്ക് വരുന്ന എത്ര പഠിക്കാൻ പറ്റും നമുക്ക്? നമുക്കൊരു മണിക്കൂർ സമയം ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചൂടെ? 2 മണിക്കൂർ സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചൂടെ? അള്ളാഹിൻ്റെ കലാമ പഠിക്കാൻ, പടച്ചവൻ്റെ ഖുർആൻ പഠിക്കാൻ. സ്വഹാബാക്കളൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെച്ചവരാണ്. സ്വഹാബാക്കൾ ഇതിനു വേണ്ടി പണിയെടുത്തവരാണ്. അവർക്ക് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ വിങ്ങി പൊട്ടിയവരാണ്, വിഷമിച്ചവരാണ്, പേടിച്ചവരാണ്. ഭയങ്കരമായി ടെൻഷനാണ് ഒരു ആയത്ത് കേൾക്കുമ്പോൾ അവർക്ക്. പക്ഷെ നമുക്ക് ടെൻഷനില്ല. ഇന്ന് വരെ നമുക്ക് ടെൻഷനില്ല. ഇന്നമൽ മുഅ്മിനൂൻ الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وإذا تليت عليهم آياته زادتهم إيمانا. ഖുർആൻ ഓതപ്പെടുമ്പോ, ഖുർആൻ കേൾക്കുമ്പോ ആ സദസ്സിലിരിക്കുന്ന സ്വഹാബത്തിന്റെ ഹൃദയം കവർന്നെടുക്കപ്പെടുമത്രേ. പേടിയാണ്. അള്ളാന്റെ കലാമാണ് ഓതുന്നത്, ഖുർആനാണ് ഓതുന്നത് കേട്ടോ. അവർക്ക് പേടിയാണ്. അവർ വിറയ്ക്കും. ഈ ഖുർആൻ ഓതുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവാത്തെന്നറിയോ? ഖുർആനെ കുറിച്ച് നമുക്ക് ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ്. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. നബിയെ, പരിശുദ്ധമായ ഖുർആൻ മലമുകളിൽ എങ്ങാനും അവതരിപ്പിച്ചിരുന്നെങ്കിൽ ആ മലക്ക് ആ ഖുർആനിൻ്റെ മഹത്വം അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, ആ മല തവിട് പൊടിയായി തകർന്നു പോകും നബിയേ. ഖുർആൻ കേട്ടിരുന്നെങ്കിൽ
ഫലോ അന്നൽ ജിബാലൽ അസമ്മ, അതായത് ആ ബുദ്ധിയില്ലാത്ത ആ പൊട്ടൻ, ആ പൊട്ടി, ഒന്നും കേൾക്കാത്ത മല, ഒന്നും അറിയില്ലല്ലോ, മല കല്ലല്ലേ ആ മല. ലൗ സമിഅൽ ഖുർആന, ഖുർആൻ കേട്ടിരുന്നുവെങ്കിൽ, ഫീ ഗല്ലതി വഖസ്വതി, ആ കടുപ്പം പോലെയുള്ള കടുകടുത്ത മല, ആ കരിങ്കല്ല് പോലുള്ള മല. നമ്മളൊക്കെ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, ഓ എൻ്റെ മനസ്സ് എന്ത് ഇത്രയും പേര് വന്ന് പറഞ്ഞിട്ടും എൻ്റെ മനസ്സ് അലിയുന്നില്ല. നിമിഷപ്രിയയുടെ വീട്ടുകാരോട് പോയിട്ട് ആരെല്ലാം പോയി പറഞ്ഞിട്ട് ആ വീട്ടുകാർക്ക് ഒരു അലിവ് വരാത്തത് എന്തേ? ഒരു അലിവ് വരുന്നില്ലല്ലോ. ഓ ഇത്രയും വലിയ ഒരു ആരെല്ലാം, എത്ര സയ്യിദന്മാർ, നേതാക്കന്മാർ, പ്രമുഖര്, ആരെല്ലാം പോയി പറഞ്ഞിട്ടും അവൻ്റെ കൽബ് അലിയുന്നില്ലല്ലോ നമ്മൾ പറയാറില്ലേ. അവൻ്റെ കരിങ്കല്ലാണോ എന്ന് നമ്മൾ ഉദാഹരിക്കുന്ന അങ്ങനെയാണ്. കരിങ്കല്ലാണോ ഇവൻ്റെ മനസ്സ് എന്ന് പറയാൻ്റെ അർത്ഥം എന്താ? കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ അലിയൂല, അത് അലിയൂല എന്നാണ് പറഞ്ഞ അർത്ഥം. ആ കരിങ്കല്ലിന്റെ മുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയാൽ ലഖശിഅ, ആ ഖുർആൻ കേട്ടിട്ട് ആ കരിങ്കല്ല് പോലും വിറച്ചു പോകും അത്രേ. വതസദ്ദഅ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം കേട്ടിട്ട് അത് വിറയ്ക്കുന്നു. ഖുർആൻ പറഞ്ഞ വാക്കാണ് അത്. പക്ഷെ നമുക്ക് വിറയ്ക്കുന്നുണ്ടോ? നമുക്ക് വിറയ്ക്കുന്നുണ്ട്, നമുക്ക് പേടിയുണ്ടാവും. ഖുർആൻ ഒരായത്ത് ഓതിയിട്ട് നമ്മൾ പേടിച്ചിട്ടുണ്ടോ? പേടിയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനുമായിട്ട് നമുക്ക് അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഖുർആനുമായിട്ട് അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ ഓതിയാലും നമുക്ക് ടെൻഷനില്ല, ഖുർആൻ കേട്ടാലും ടെൻഷനില്ല, ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലും ടെൻഷനില്ല. ഇനി അത് പഠിച്ചില്ലെങ്കിലും നമുക്ക് യാതൊരു ടെൻഷനുമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ആയത്തുകൾ വരുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി മഹാനവറുകൾ പൊട്ടിക്കരയുമായിരുന്നു. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. മഹാനവറുകൾ ഓതുകയാണ് സൂറത്തുൽ മുത്തഫിഫീൻ. സൂറത്തുൽ മുത്തഫിഫീൻ. കച്ചവടക്കാരുണ്ടല്ലോ, അളവും തൂക്കവും ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഖുർആനാണ് ഇതൊക്കെ. ഇതുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സിൽ പഠിക്കണം എന്ന് പറഞ്ഞത്. ഇത് ഖുർആൻ പഠിക്കാതെ കച്ചവടം ചെയ്താൽ ഒന്നും ശരിയാവില്ല, കച്ചവടം ശരിയാവില്ല. അളവും തൂക്കത്തിലും ശ്രദ്ധ കാണിക്കാത്തവർക്ക് നരകം. ജുവലറിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഡിജിറ്റൽ ത്രാസാണ്. ആ ത്രാസ് 0 ആക്കി ഫാൻ ഇടരുത്. ചിലപ്പോൾ കാറ്റടിച്ച് ചിലപ്പോൾ 1 ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടാൻ കുറയാം. അതിലൊരു ഹിക്മത്തും കാണിക്കാൻ പാടില്ല. മാങ്ങ കച്ചവടക്കാർ ഉണ്ടാവും റോഡ് സൈഡിൽ. കിലോ മാങ്ങ 2 കിലോ 2 കിലോ 2 കിലോ 2 കിലോ 2 കിലോ 100 2 കിലോ 100 എന്ന് പറഞ്ഞ് ഇവൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ ബസ്സിൻ്റെ 2 കിലോ 100 എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി വരുമ്പോൾ കിലോ 100 എന്നേ പറഞ്ഞുള്ളൂ. 2 കിലോ എന്നുള്ള 2 എന്നുള്ളത് നമ്മൾ കേട്ടില്ല. അപ്പം അതൊക്കെ മുക്കി വെച്ചിട്ട് പറയും കിലോ 100 രൂപ, കിലോ 100 രൂപ. അപ്പം കിലോ 100 രൂപ എന്ന് പറഞ്ഞിട്ട് നീ 1/2 കിലോ എന്താ? ഞാൻ പറഞ്ഞത് 1/2 കിലോ നീ കേട്ടിട്ടില്ല. പതുക്കെ കിലോ ശബ്ദത്തിൽ 1/2 കിലോ 100 രൂപ, 1/2 കിലോ 100 രൂപ. ഇവനെയൊക്കെ നാളെ പൊക്കൂലേ? നല്ല സാധനം ഫ്രണ്ടിൽ വെച്ചിട്ട് മോശം സാധനം ബാക്കിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യും. കരുവാട് കച്ചവടം ചെയ്യുമ്പോൾ നല്ല സൂപ്പർ സാധനം, നല്ല പടപളപ്പൻ സാധനം ഫ്രണ്ടിൽ ഇങ്ങനെ അടുക്കി വയ്ക്കും. 100 രൂപയുടെ കരുവാട് ഉണക്കമീന്താന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് എടുത്തു കൊടുക്കും. നമ്മൾ ഈ ഫ്രണ്ടിലത്തെ കണ്ടിട്ടാണ് ഓടിപ്പോകുന്നത്. നല്ല പച്ചക്കറി ഫ്രണ്ടിൽ വയ്ക്കും, നല്ല ഫ്രൂട്ട്സ് ഫ്രണ്ടിൽ വയ്ക്കും, നല്ല കപ്പ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. ഒരു മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ട് 50 കിലോ ഒരു കണക്കെല്ലാം ത്രാസ് നോക്കുമ്പോൾ 53 കിലോ ഉണ്ട്. 50ൻ്റെ പണം എടുക്കുമ്പോൾ തീർന്നു. ശരി, ഓക്കെ. തിരിച്ചു കൊടുക്കുമ്പോൾ 53 കിലോയും കൊടുക്കുള്ളൂ. വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അവനിങ്ങോട്ട് വാങ്ങിയാൽ
കുറ്റം പറഞ്ഞ് കുറവ് പറഞ്ഞ് വാങ്ങും. അത് ചെറിയ കപ്പ, അതിന് കലവും കിട്ടില്ല, ഞാൻ ഇതിവിടെ വെച്ച് കൊടുത്താൽ വിൽക്കാൻ പറ്റില്ല, അത് അങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത്, അതിൽ കൂടുതലും മുള്ളാണ്, അതിൽ കൂടുതലും തടിയാണ്, മാംസം കുറവേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്നും അത്രയ്ക്ക് വില എടുക്കാൻ പറ്റില്ല. തിരിച്ചു കൊടുക്കുമ്പോഴോ 2 എണ്ണം ഒന്നുകൂടെ അതിൽ ഇത് പൊന്നും വിലയ്ക്ക് ഞാൻ എടുക്കുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ കൂട്ടിത്തരും, എനിക്ക് ഈ വിലയ്ക്കാ കിട്ടുക. കള്ളത്തരല്ലേ? ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്. നീ എടുക്കുമ്പോൾ അവന്റെ ന്യൂനത പറഞ്ഞിട്ട് എടുത്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കും. ഇവർക്ക് നരകാണെന്ന ഖുർആൻ, ഇവർക്ക് നരകാണെന്ന ഖുർആൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, കച്ചവടം ചെയ്യുമ്പോൾ ഖുർആൻ ആയത്ത് പഠിച്ചിട്ടേ കച്ചവടത്തിന് ഇരിക്കാവൂ. വെറുതെ എങ്ങനെയൊക്കെ കച്ചവടം ചെയ്തിട്ട് കബറിൽ പോയി കിടക്കണ്ടേ? അബീവേ പോയി കിടക്കണ്ടേ? എപ്പോഴും ത്രാസ് ലെവലായിട്ടിരിക്കണം, എപ്പോഴും അങ്ങനെയാണ്. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان. ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ചിട്ട് ത്രാസ് അള്ളാഹ് റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട്. ത്രാസ് അള്ളാഹ് വെച്ചിട്ടുണ്ട്. അല്ലാ അതിൽ കുറവ് കൃത്രിമം കാണിക്കരുത്, അതിൽ കൃത്രിമം കാണിക്കരുത്. അറിയില്ലേ കോതി ആയത് ശരിയല്ലേ ഉസ്താദേ? സൂറത്തുർ റഹ്മാൻ. ഇതെന്തിനാ അള്ളാഹ് പറഞ്ഞത്? കളിപ്പിക്കാനാ, കളിയാക്കാനാ? എന്തിനാ അള്ളാഹ് പറഞ്ഞത്? ചെറിയ കാര്യമാണിത്. ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞ നീതിയോടുകൂടി. വഖീമുൽ വസ്ന ബിൽ ഖിസ്ത്. ഖിസ്ത് ഓർമ്മിപ്പിച്ചത് നന്നായി, നീതിയോടുകൂടി. കൂനൂ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത്. എവിടെ നീതി? നീതി, ന്യായം. വഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. അപ്പോൾ അതിൽ കുറവ് വരുത്തരുത്. ഖുർആൻ പഠിച്ചാൽ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതി വന്നപ്പോ അതിൽ വന്ന ആയത്താണ് യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിർത്തപ്പെടുമല്ലോ ജനങ്ങളെ. നാളെ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ നിർത്തപ്പെടുന്ന ദിവസം എന്ന ആയത്ത് വന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഓതാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് ഓതാൻ പറ്റുന്നില്ല, വരുന്നില്ല, നിർത്തി. കരച്ചിലൂടെ കരച്ചില്, കരയാണ്. പിന്നെ ഓതാൻ നിർത്തി അവിടെ. പിന്നെ അടുത്ത ആയത്ത് ഓതാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ആണ് എന്താ സംഭവം? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. നാളെ അള്ളാഹിൻ്റെ അടുക്കൽ നിൽക്കണമല്ലോ, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിർത്തപ്പെടുമല്ലോ, ഞാൻ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ. അപ്പോൾ നീ ചെയ്തത് എന്തെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും അതിന് മറുപടി പറയുക? അള്ളാഹിൻ്റെ അടുക്കൽ നിൽക്കും എന്ന ഒരു ചിന്ത എനിക്കോ നമുക്കോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ തെറ്റ് ചെയ്യുമോ? നമുക്കങ്ങനെ ഒരു ചിന്തയില്ല ഹബീബേ. സ്വഹാബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിട്ട് കരഞ്ഞത്. അടുത്ത ആയത്ത് ഓതാൻ കഴിയുന്നില്ല. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ഗദ്ഗദത്തോടുകൂടി വിങ്ങിപ്പൊട്ടുകയാണ് അദ്ദേഹം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല വിങ്ങിപ്പൊട്ടുകയാണ്, പറ്റുന്നില്ല. മറ്റൊരു ദിവസം അദ്ദേഹം ഒരു ആയത്ത് ഓതിയിട്ട് കരഞ്ഞുപോയി. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. നാളെ അവിടെ ചെല്ലുമ്പോൾ, ആഖിറത്തിലെത്തുമ്പോൾ ആഗ്രഹമുള്ളതും നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ച് നമുക്കവിടെ കിട്ടുമോ? നമ്മുടെ ആഗ്രഹത്തിന് തിരശീല വീഴുന്ന ഒരു ദിവസം വരും. നമ്മുടെ ആഗ്രഹത്തിന് തിരശീല വീഴുന്ന ഒരു ദിവസം വരും. ഇത് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. മായുബ്കീക, സ്വഹാബത്ത് ചോദിച്ചു, മായുബ്കീക യബ്ന ഉമർ, ഉമറെ എന്തേ നിങ്ങൾ കരയുന്നത്? ഫദകർതു ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ആയത്ത് ഞാൻ ഓതി, ഞാൻ ചിന്തിച്ചു പോയി, പടച്ച റബ്ബേ, നാളെ മഹ്ശറയിൽ ആരുടെയും സഹായമില്ലാത്ത ഒരു ദിവസത്തിൽ നാളെ നമ്മൾ നിന്ന് അവിടെ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോ അല്ലാഹ് നമ്മെ സഹായിക്കാൻ ആരാണ് അവിടെ ഉള്ളത്? ആരൊക്കെ ആഗ്രഹിക്കുന്നോ, ആഗ്രഹിച്ചവരുടെ ആഗ്രഹം ലഭ്യമാകാതെ പോകുന്ന ഒരു ദിവസം അവിടെ ബ്ലോക്ക് ചെയ്യും, ബാൻ ചെയ്യും, കിട്ടൂല. അത് പറയാനുള്ള കാരണം എന്നറിയോ?
വശരിബ യൗമൻ മാഅൻ ബാരിദ. ഒരു ദിവസം അദ്ദേഹം തണുത്ത വെള്ളം കുടിച്ചു. എന്നിട്ട് കരഞ്ഞു. ഈ ആയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു. നാളെ ആഖിറത്തേക്കുമ്പോൾ ഒരു തണുത്ത വെള്ളത്തിന് വേണ്ടി നരകാവകാശികൾ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇന്ന അഹ്ലന്നാരി ലാ യശ്തഹൂന ഇല്ലാ മാ. ആ നരകാവകാശികൾ ആഗ്രഹിക്കുന്നത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളമല്ലാത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട. വെള്ളം താ അല്ലാ. അതാണ് ആഗ്രഹം. തണുത്ത വെള്ളമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ആ കൊടും ചൂടിൽ കിടന്ന് ഉരുകുമ്പോൾ അവർ ചോദിക്കുന്നത് അതാണ് അവർ ചോദിക്കുന്നത്, തണുത്ത വെള്ളം താ അല്ലാ. അപ്പൊ ഈ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ആര് ഓർത്തു? ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഓർത്തു, പടച്ചവനെ നാളെ മലക്കുകളുടെ മുന്നിൽ ഈ നരകാവകാശികൾ ചോദിക്കൂലേ? അഫീളു അലൈനാ, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരണേ. അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ വിളിക്കുന്ന വിളിയാണ്. അല്ലാഹ്. സ്വർഗാവകാശികളോട് നരകാവകാശികൾ ചോദിക്കും, ഡേയ് കുറച്ച് വെള്ളം താ. നമ്മൾ വിചാരിക്കില്ല മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റൂല. സ്വർഗാവകാശികളെ നരകാവകാശികൾക്ക് കാണാം, നരകാവകാശികളെ സ്വർഗാവകാശികൾക്ക് കാണാം. അപ്പം അതാണ് സ്വർഗാവകാശികളോട് ഇവർ ചോദിക്കുന്ന ചോദ്യമാണ്. നരകാവകാശികൾ ചോദിക്കും, അന്നഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്ന വാക്കാണ്. വനാദാ അസ്ഹാബുൻ നാർ അസ്ഹാബൽ ജന്ന അന്നഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകാവകാശികൾ സ്വർഗാവകാശികളെ നോക്കിയിട്ട് ചോദിക്കും, ഏ സ്വർഗാവകാശികളെ, അല്പം വെള്ളം തരൂ. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഭക്ഷണത്തിൽ നിന്ന് അല്പമെങ്കിലും ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടൂ. നരകാവകാശികൾ വർഷങ്ങളോളം ചോദിക്കുമ്പോ സ്വർഗാവകാശികളുടെ മറുപടി എന്തെന്നറിയോ? ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലാഹു ഇത് രണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു ഹറാമാക്കി. വെള്ളവും തരാൻ പറ്റൂല, ഭക്ഷണവും തരാൻ പറ്റൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആരുമില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ്. നമുക്ക് വിശ്വസിക്കാം. സഹീഹായ ആയത്തൊന്നോ ലൈഫായ ആയത്തൊന്നോ ഒന്നുമില്ല. വിശ്വസിക്കൂ, കേൾക്കൂ, പഠിക്കൂ, ചിന്തിക്കൂ, മനസ്സിലാക്കൂ. ആളവിടെ ഇത് കേട്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞത്. നമ്മൾ കരഞ്ഞിട്ടുണ്ടോ ഹബീബേ? ഒരായത്ത് ഓതിയിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? കരയാത്തെന്ത്? ഇതിൻ്റെ ഗൗരവം എനിക്കറിയില്ല. അത് പഠിക്കാനല്ലേ ഖുർആൻ്റെ ക്ലാസ്, അത് പഠിക്കലല്ലേ ഖുർആൻ. ഇത് നമുക്ക് മനസ്സിലാക്കണ്ട. ഏത് കാലത്ത് മനസ്സിലാക്കാനാ? ഇനി മൂക്കിൽ പഞ്ഞി വയ്ക്കാൻ സമയമായി, കാല് കൂട്ടിക്കെട്ടാൻ സമയമായി. ഇനി ഏത് കാലത്താണ് ഇനി പഠിക്കുക? ഇനി എന്ന് പഠിക്കാനാണ്? ഏത് കാലത്ത് പഠിക്കാനാണ്? ഖുർആൻ പഠിക്കണ്ടേ? وأوحي إلي هذا القرآن لينذركم به ومن بلغ وأوحي إلي هذا القرآن لينذركم به ومن بلغ. ഈ ഖുർആൻ എന്തിനാണ് എന്നിലേക്ക് ഇറക്കിയതെന്നറിയോ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ഇതാ ഖുർആൻ സംസാരിക്കുകയാണ്. ഈ ഖുർആൻ എന്നിലേക്ക് ഇറക്കപ്പെട്ടത് എന്തിനാണെന്നറിയോ? ലിയുൻദിറക്കും ബിഹി. ഈ ഖുർആൻ കൊണ്ട് നിങ്ങളെ താക്കീത് ചെയ്യാനാണ്. നിങ്ങളെ താക്കീത് ചെയ്യാനാണ്. സൂറത്ത് യാസീനിൽ ഒരു ആയത്ത് നമ്മൾ ഓതാറുണ്ടല്ലോ, ലിയുൻദിറ മൻ കാന ഹയ്യാ. അല്ലേ? നമ്മളിങ്ങനെ നിർത്തി ഓതിയാൽ കിട്ടൂല, സ്പീഡ് ഓതിയാലേ കിട്ടുള്ളൂ. അക്കാര്യം ശീലിച്ചു പോയി. ലിയുൻദിറ മൻ കാന ഹയ്യം വയഖൽ ഖൗലു അൽ കാഫിരീൻ. അപ്പോൾ പെട്ടെന്ന് കിട്ടും.
അല്ലാതെ ലിയുൻദിറ മാ കാന ഹയ്യാ. എന്താ അതിൻ്റെ അർത്ഥം? ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ഖുർആൻ താക്കീത് നൽകുന്നു. മരിച്ചവർക്കാണോ? ഖബറിൽ കിടക്കുന്നവനോട് പോയിട്ട് നിസ്കരിച്ചോ, നീ ഇന്ന് ലോറ് നിസ്കരിച്ചിട്ടാണോ കിടന്നുറങ്ങുന്ന? അസർ നിസ്കരിച്ചിട്ടാണോ നീ കിടന്നുറങ്ങുന്നത്? ഇന്ന് ജുമാ നിസ്കരിച്ചെന്ന്, വെള്ളിയാഴ്ച ജുമാ ദിവസം ജുമാ കഴിഞ്ഞിട്ടാണ് ഖബർ സിയാറത്തിന് വന്നത്, നീ ജുമാ നിസ്കരിച്ചോ? അവനോട് പോയിട്ട് ആരെങ്കിലും വേദം ഓതുവോ അബീബേ? മരിച്ചിടക്കുന്ന മനസ്സിനോട് പോയിട്ട് നീ നിസ്കരിച്ചോന്നോ നോമ്പെടുത്തോന്നോ ഖുർആൻ ഓതിയെന്നോ ചോദിക്കുവോ? ചോദ്യം ഉണ്ടോ? അവൻ്റെ കാര്യം ക്ലോസായി, അവൻ്റെ കാര്യം ഖലാസ്. ഇനി ജീവിച്ച് ഇത്ര കാലം വരെ നീ ചെയ്തതിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. അപ്പൊ ഖുർആൻ താക്കീത് ചെയ്യുന്ന ആരോടാ? യാസീൻ ഓതുന്നല്ലേ എല്ലാ ദിവസവും? യാസീൻ ഓതല്ല, ലിയുൻദിറ മൻ കാന ഹയ്യ വയഹഖൽ ഖൗലു അലൽ കാഫിരീൻ. കാഫിരീങ്ങളുടെ മേൽ ശിക്ഷ ഉറപ്പായി, കാരണം ഖുർആനെ നിഷേധിച്ചവനാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മളോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളാണ് അതിന് മറുപടി കണ്ടെത്തേണ്ടത്, അല്ലേ? ലിയുൻദിറ മൻ കാന ഹയ്യ, ലിയുൻദിറ മൻ കാന മയ്യത്താന്ന് വല്ലതും പറഞ്ഞോ അല്ലാഹ് ഇവിടെ? എന്നാ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ആ മരിച്ചവരോടല്ലേ ഇത് പറഞ്ഞത്, നമ്മളോടല്ലല്ലോ. ജീവിച്ചിരിക്കുന്ന എന്നോടും നിന്നോടും ഈ ഖുർആൻ പറയുമ്പോൾ നമുക്ക് ആ ഖുർആനോടുള്ള ബാധ്യത നിർവഹിക്കാതെ നമുക്ക് മരിച്ചു പോകാൻ കഴിയോ? ഇത് പിന്നെ എപ്പോൾ പഠിക്കും? ഇതിന് നാളെ ആഖിറത്തിൽ ചിലപ്പോൾ എന്ത് മറുപടി പറയും? അല്ലാഹ് നമ്മളെ വിളിച്ചു നിർത്തിയിട്ട് ഖുർആൻ പഠിച്ചോ എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? പറയും, എന്തായിരിക്കും അതിന് മറുപടി? നാളെ ആഖിറത്തിൽ അല്ലാഹ് നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ മുന്നിൽ, റബ്ബേ ഞാൻ ഖുർആൻ പഠിച്ചു, പക്ഷേ എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നോ പ്രോബ്ലം, നീ പഠിക്കാൻ തയ്യാറായോ? ഒരു ഹദീസ് കേട്ടോളീൻ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്ന വാക്കാണിത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട്, മൻ ഖറഅൽ ഖുർആൻ വയതതഅതഉ ഫീഹി ശാഖുൽ ലഹു അജ്റാൻ. ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ തയ്യാറായി പക്ഷേ ഓതിയിട്ട് കിട്ടുന്നില്ല, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് അല്ലെങ്കിൽ ഗൈരിൽ മഗ്ലൂബി മഅ്ലൂബി എന്ന് വരുന്നു. മല്ല മഗ്ലൂബി മഅ്ലൂബി മഗ്ലൂബി മഅ്ലൂബി വരുന്നില്ല. അതിലവന് റിപ്പീറ്റിംഗ് വരുന്നു, വിക്ക് വരുന്നു, അതിലവനൊരു ബുദ്ധിമുട്ട് വരുന്നു. വിഷമിക്കണ്ട, ഷാഖുല്ലഹു അജ്റാൻ. നിനക്ക് 2 കൂലിയുണ്ട് സുഹൃത്തേ. ഒന്ന് നീ പരിശ്രമിച്ചത് ഓതാൻ എടുക്കുന്നതിൻ്റെ പേരിൽ, ഒന്ന് നീ ഓതുന്നതിൻ്റെ പേരിൽ അള്ളാഹു നിനക്ക് 2 കൂലിയാണ് തരുന്നതെന്ന് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി. പേടിക്കണ്ട, എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഖുർആൻ പഠിക്കുന്നു, പക്ഷേ അത് കിട്ടുന്നില്ല ഉസ്താദെ. ചില കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ വാപ്പാമാർക്ക് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഉസവ്വിജുക, ഞാൻ കല്യാണം കഴിപ്പിച്ചു തരുന്നു. ഇപ്പോൾ ഉസവ്വിജു എന്നൊക്കെ പറയുമ്പോൾ ഈ വാപ്പാമാർക്ക് ഉജൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാകാം, മനസ്സിലാവില്ല. പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അത് കറക്റ്റ് പറയുന്നത് വരെ. ഇപ്പൊ 2 കൂലിയാണ്. ഒന്ന്, ഇത് പരിശ്രമിക്കുന്നതിന്റെ പേരിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, നമ്മൾ ഓതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ചുമ്മാ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജന്നത്തി വന്നാസ്. ആമീൻ. ശരിയായോ? നിങ്ങളുടെ വീക്ഷണത്തിൽ ശരിയായോ? സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന. എത്ര പേര് ഓതുന്നു? അങ്ങനെ ഉണ്ട്, തെറ്റാ. നസ്തഈനുഹ്ദിന എന്നോദണം. നസ്തഈനുഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തിന് വരെ സിറാത്ത്. ഫാത്തിഹ ഓതുമ്പോൾ മയ്യത്തിനടുത്ത് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാത്തിഹ അടിക്കുമ്പോൾ ഇതന്നല്ലേ ഓതുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹബീബേ, എങ്ങനെ ശരിയാവും? അസ്തഗ്ഫിറുല്ലാഹ്. ഖുർആൻ ശപിക്കുമെന്നാണ്. യാസീനൊക്കെ 3 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കും. യാസീൻ 3 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കും.
ആരാ ഇപ്പം? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെയാണോ ഒന്ന്? ആണോ? ഇത് ഇത്രയും സമയം കൊണ്ട് യാസീൻ ഓതുക. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലുൽ അസീസുൽ അലീം ഇന്നക മാൻദറബഹു ഗാഫിലൂൻ ലഖദ് ഖൽഖനാഹു ലവലാ അക്സരിഹും ലാ യുമിനൂൻ ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം വലാൽ ഫയൽഖാൻ വമഖ്മഊൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ യാസീൻ നിങ്ങളെ ശപിക്കും. ഈ യാസീൻ നിങ്ങൾ ഈ പാട്ടൊക്കെ യൂട്യൂബിൽ കയറിയിരിക്കുമ്പോഴേ ജഡ്ജിമാൻ, മോളെ അവിടെ ഇത്തിരി ശബ്ദം ശരിയായില്ലല്ലോ മോളെ, അവിടെ ടെമ്പോ ശരിയായില്ലല്ലോ മോളെ, കുറച്ചുകൂടെ ശ്രുതി അവിടെ പോയിട്ടുണ്ട്, ആ ശ്രുതിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കൊള്ളാമായിരുന്നു. അത് പാട്ടിൻ്റെ തജ്വീദാണ്. ആ ടെമ്പോയും ശ്രുതിയും ഒത്ത് ആ പാട്ട് പാടിയെങ്കിലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പോയിരുന്നിട്ട്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ കാണാം, വിദേശ രാജ്യത്ത് ഖുർആനിൻ്റെ റിയാലിറ്റി ഷോ ഉണ്ട്. മക്കൾ വന്നിട്ട് ഖുർആൻ ഓതുന്ന റിയാലിറ്റി ഷോ ഉണ്ട്. അത് നിങ്ങളെടുത്ത് വെച്ച് നോക്കി. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ യാസീൻ ഓതുന്ന പോലെ യാസീൻ ഖുർആനിലേക്ക് തന്നെ കാര്യം മുസ്ലിം അങ്ങനെയാണോ ഓതുന്നത് നോക്ക്. അങ്ങനെയാണോ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊക്കെ നോക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റാ അതിനൊക്കെ അത് ആ റോയ്ക്ക് റോയുടെ സ്ഥാനം നമ്മൾ കൊടുക്കണം. എങ്ങനെയെങ്കിലും ഓതിയാ പോരാ. വറത്തിലിൽ ഖുർആന തർതീലാ. ഖുർആൻ തർത്തീലോടുകൂടി ഓതണം. ഖുർആൻ തർത്തീലോടുകൂടി തന്നെ ഓതണം. അതിന് നിയമങ്ങളും നിബന്ധനകളുണ്ട്. അതനുസരിച്ച് ഓതിയില്ലെങ്കിൽ ഖുർആൻ ശപിക്കും. വെറുതെ വേസ്റ്റാ എൻ്റെ പൊന്നിക്ക, ഞാൻ വെറുതെ പറയല്ല. നമ്മൾ വെറുതെ യാസീൻ ഓതിയിട്ട് ആ മയ്യത്തിന് വേണ്ടി അതിയാ ചെയ്യുമ്പം വൃത്തിയായിട്ട് ഓത്. ഇല്ലാത്തത് ഓതി ആ മയ്യത്ത് പറയും, എടാ പഹയാ ഓതല്ലടാ പോടാ പഹയാ. ആ മയ്യത്ത് പറയുന്നുണ്ടാകും, നീ ഇങ്ങനെ എനിക്ക് എൻ്റെ മുന്നിൽ ഓതല്ലേ, എൻ്റെ മക്കളെ നീ ഇങ്ങനെ ഓതല്ലേ. നീ എനിക്ക് സമയമുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഓത്, ഇല്ലെങ്കിൽ ഓതണ്ട. തീർന്നില്ല സംഭവം. എന്തിനാ ഇങ്ങനെ ഓതുന്നത്? സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ അതിൻ്റെ രീതി അനുസരിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹു. ഒരുപാട് പേര് ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ ഓതുന്ന എത്രയോ പേരുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നതാണ് ഓരോരുത്തർ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ പറ, ഹു അവൻ, അല്ലാഹു അല്ലാഹു അഹദ് അവൻ ഒരുവനാണ്. അങ്ങനെയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്, കുൽ തിന്നു നബിയെ. അർത്ഥം അങ്ങനെ മാറിയാണ്. കുൽ ഹുവല്ലാ, കുൽ ഹുവല്ലാ എന്ന് പറഞ്ഞാൽ തിന്നു എന്നർത്ഥം. കുൽ പറയൂ എന്നാണ് അർത്ഥം. വ്യത്യാസം ഉണ്ടാ? കാഫ് കാഫ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാ? കാഫ് കാഫ്. കുൽ ഹുവല്ലാ, കുൽ കുൽ എന്ന് പറഞ്ഞാൽ തിന്നു തിന്നെന്നാണ് അതിൻ്റെ അർത്ഥം. കുൽ എന്ന് പറഞ്ഞാൽ പറയൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്ര വ്യത്യാസമല്ലേ? ഇത് പഠിക്കണം. കോ അങ്ങ് അകത്തുനിന്ന് വരുന്ന, ക ഇങ്ങ് പുറത്തുനിന്ന് വരുന്നതാണ് സംഭവം. രണ്ട് വ്യത്യാസമുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അല്ലാഹു സമദല്ല, സമദല്ല, സമദ്. സമദ് 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 നമ്മൾ വിളിക്കല്ലേ. സ്വമദ്. നിസ്കരിച്ച നിസ്കാരമൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാടെ എപ്പോഴെടുത്താലും അല്ലാഹു ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അക്ബർ. ആരാ കുറ്റക്കാര്? പഠിക്കാൻ മദ്രസ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലം യലിദ്. അതാണ് അവിടെ ഇൽഹാർ ചെയ്യണം. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ
അഹദ്. ചില ആളുകൾ ഓതും, തെറ്റാണത്, കാണിക്കാൻ പാടില്ല അവിടെ. കുഫുവൻ അഹദ്. ചെറിയൊരു സൂറത്താ, എത്ര ശ്രദ്ധിച്ച് നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നത്, എത്ര ഈസിയിലാണ് നമ്മൾ ഓതി തീർക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഫാത്തിഹ ഓതുമ്പോഴേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. എത്ര നേരം കൊണ്ട് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയതിൻ്റെ കൂലി കിട്ടും. ഇങ്ങനെ ഓതിയാൽ കിട്ടുമോ? 3 പ്രാവശ്യം ഓതിയാൽ കൂലി കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഞെക്കി ഓതുന്ന പോലെ നിങ്ങൾ ഓതണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓതുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അഊദു അല്ല, ഒരൊറ്റ പുള്ളിയാണ് അവിടെ നമ്മളെ കുഴപ്പിക്കുന്നത്. ഒരൊറ്റ പുള്ളിയാണ് പ്രശ്നമാക്കുന്നത്. ഖുൽ അഊദു. എത്ര പേര് ഓതുന്നുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ ഓത്. ഏയ് യശാദാ ഓത്. അഊദു പോലും അറിയില്ല. അപ്പോൾ ഉസ്താദെ തെറ്റിയ നോ പ്രോബ്ലം. ഇത് തെറ്റാനുള്ള സ്ഥലമാണ്, ഇത് തെറ്റണം. നമ്മൾ വലിയ വാളിൻ്റെ സദസ്സൊന്നുമല്ല, ഇത് ഖുർആൻ ക്ലാസ്സാണ്. അഊദ് അറിയാൻ വയ്യ നമ്മൾ ഖുർആൻ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? അല്ല, ഒരുപാട് പേര് അഊദു എന്നാ ഓതും. അതാണ് ഞാൻ പറഞ്ഞത്. അഊദു അല്ലേ, ദു അല്ല, അഊദു. അഊദു വേറെ, അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ തേടുന്നു പിശാചിൽ നിന്ന്. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങുന്നു, ഞാൻ വരുന്നു, ഞാൻ നിന്നെ കാണാൻ വരുന്നു, ലോക സന്ദർശനം നടത്താൻ വരുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത്. അഊദു വേറെ, അഊദു വേറെ. കൂടുതലും ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതേപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാഹി ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയണേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ അല്ല, അൽഹംദു ലില്ലാഹി. അൽഹംദു ലില്ലാഹി, അൽഹംദുലില്ലാ അല്ല. ഒരുപാട് പേര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ അല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, ലില്ലാ ലില്ലാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അഊദു ആണ് കേട്ടോ. അഊദു ഏത് സമയത്തും നിങ്ങൾ എല്ലാവരും ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താണെന്നറിയോ? ഈ ശൈത്താൻ്റെ ഷർറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ഒരു ദുആ വലിയ വളരെ എഫക്റ്റാണ്. ഏത് സമയത്ത് നമ്മൾ വീട്ടിൽ ഭാര്യയും ഭർത്താവ് അടി ഉണ്ടാവുന്നു, അഊദു ബില്ലാ, മക്കളെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉറക്കെ പറയണം. ഭാര്യയെ ഭർത്താവായിട്ട് ബന്ധപ്പെടും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വീട്ടിൽ കയറുമ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വീട്ടിൽ ബർക്കത്ത് കൂടാനും വീട്ടിൽ സമ്പത്ത് കൂടാനും ആയുസ് കൂടാനും നിങ്ങൾ പോകുന്ന ഉടനെ ഒരു സലാം പറയുക, നബിതങ്ങളുടെ മേലുള്ള സലാത്ത് ചൊല്ലുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക വീട്ടിൻ്റെ വാതിലിൽ വെച്ച്, എന്നിട്ട് വീട്ടിൽ കയറുക. ഇത് സ്ഥിരമാക്ക്, ബർക്കത്തുണ്ടാവും. നോക്കിക്കോ, നിങ്ങൾ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, പരിശോധിച്ചു. അപ്പൊ നമ്മൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. നഫ്ഫാസാത്ത്, നഫാസ കാറ്റടിക്കണം. നഫാസാത്ത് എത്ര പേര്? വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് പോയി. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടിൽ ഓതുന്നവരെ കുറിച്ചാണ്. നഫസ ഊതുക എന്നർത്ഥം. ആ കറക്റ്റ് ഊതുമ്പോൾ തന്നെ കാറ്റടിക്കുന്ന പോലെയാണ്. നഫസ എന്നടിക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ കാറ്റടിക്കും കയ്യിൽ, വെള്ളയിൽ. നഫാസാത്ത്. ومن شر حاسد إذا حسد. ഓതേണ്ടത് അങ്ങനെയാണ് ഹബീബേ, അല്ലാതെ നമ്മൾ ഈ ഓതിട്ട് കാര്യമുണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവിടെ നൂന് നല്ല മണിക്കണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. എവിടെ നമ്മൾ മണിച്ച്?
പിന്നെ എന്തിനീ ഖുർആൻ, പിന്നെ എന്തിനു തജ്വീദ്? ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. എല്ലാത്തിലും ശ്രദ്ധ. ഇതാണ് ഖുർആൻ. അല്ലാതെ ഖുർആൻ നമ്മൾ എങ്ങനെങ്കിലും ഓതിയിട്ട് നമുക്കിതിന് കൂലിത അല്ലാ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് പഠിക്കണം, സമയം കണ്ടെത്തണം. ഇന്ന് വരെ ഞാൻ ഓതിയതെല്ലാം തെറ്റാണല്ലാ, പടച്ചവൻ എന്നെ പഠിപ്പിച്ചത് അല്ലാ. പറയ് റബ്ബിനോട്. തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജസ്റ്റ് പ്ലീസ് പറയ്, ഇത്ര നാൾ ഓതിയത് തെറ്റാണോ ശരിയാണോ? ഒന്ന് പറയപ്പാ. ഓതിയതിൽ എന്താ ശ്രോതാക്കളുടെ അഭിപ്രായം? ഓതിയത് ശരിയുള്ളവർ ഓതിക്കാണും, അല്ല ചിലപ്പോൾ തെറ്റുകൾ കാണും. നമ്മൾ തെറ്റായതുകൊണ്ട് കുറ്റം പറയല്ല, നിസ്കാരം എല്ലാം പോയെന്നല്ല. പക്ഷെ നമ്മൾ പഠിക്കണ്ടേ? ഇനി എന്ന് പഠിക്കൂ? ഇത് നമ്മൾ പഠിക്കണ്ടേ, ഇത് മനസ്സിലാക്കണം. ഒരു കാൽക്കുലേറ്റർ എടുത്തു കൊടുത്താൽ എത്ര കൃത്യമായിട്ട് കണക്ക് കൂട്ടി കറക്റ്റായിട്ട് ഒരു എത്ര സാധനം വാങ്ങി, എത്ര 200 ഗ്രാം 300 ഗ്രാം 400 500 700 ഗ്രാം ഒരു 10-12 കിലോ വാങ്ങി പടപടാന്ന് അവൻ കാൽക്കുലേറ്റർ അടിച്ച് ഇതെല്ലാം കറക്റ്റാക്കി തരുന്നില്ലേ? ഈ ഖുർആൻ്റെ ആയത്ത് ഓതുമ്പോൾ അതൊന്ന് പഠിക്കണ്ടേ, ഇത് ശരിയോ തെറ്റോ എന്നുള്ളത്. എങ്ങനെയെങ്കിലും യാസീൻ ഓതിയാൽ മതിയോ? വേണ്ട മക്കളെ, ഒരിക്കലും ഓതരുത്. 3 ആയത്ത് നീ ഓതിയാൽ മതി, 3 ആയത്ത് ഓതിയാൽ മതി. ഇനി പല രീതിയിലും ഓതാം ഖുർആൻ. നാസ് എന്നത് നേസ് എന്ന് ഓതാം. قل أعوذ برب الناس ملك الناس إله الناس. നമ്മുടെ പള്ളിയിൽ വന്നിങ്ങനെ ഓതിയാൽ മൊയിലാരെ അപ്പോഴേ പുറത്താക്കും. ഖുർആൻ മൊത്തം തെറ്റു ചോദ്യം പറയൂലേ? ഈ ഖുർആൻ മൊത്തം തെറ്റു ചോദ്യമാണെന്ന് പറയും അല്ലേ? 10 രീതിയിൽ ഖുർആൻ ഓതാം, അത് പഠിക്കണം. 10 രീതിയിൽ ഖുർആൻ ഓതാം, അത് പഴപ്പം തെറ്റല്ല നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാളൊരു ഫാത്തിഹ ഓതുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മലികി യൗമിദ്ദീൻ. ശരിയോ തെറ്റോ? എന്തേലും പറ. ഉബൈദേ, അടുത്ത മാസം ഒരു ക്ലാസ് ഇല്ല, ഞാനില്ല. നിങ്ങൾ വേറെ ഇസ്ഥാനെ കൊണ്ടുവന്ന് ചെയ്യും, നല്ല വാൾ പറഞ്ഞോളൂ. ഓതി ശരിയോ തെറ്റോ നിങ്ങൾ പറയപ്പോൾ. നിങ്ങളെ ഞാൻ അടിക്കാനോ ഭീഷണിപ്പെടുത്താനോ കുറ്റക്കാരനായെന്ന് പറയുന്നില്ല. ഞാനിപ്പോൾ ഓതിയത് എന്താ? അർറഹ്മാനിർ റഹീം മലികി യൗമിദ്ദീൻ. ശരിയോ തെറ്റോ? അല്ല, ശരിയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഓതാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കേട്ടുള്ളത് മാലിക്കി, അതൊരു മലിക്കി. അപ്പം ആ രീതിയിൽ ഓതാം. അത് ഓതുന്നത് കൊണ്ട് തെറ്റാവൂല. അത് ഒരു ഇമാമിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. നമ്മൾ വന്ന് ഇമാം ഹഫ്സ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് മാലികി യൗമിദ്ദീൻ അങ്ങനെ നമ്മൾ സാധാരണ ഓതുന്നത്. അപ്പം മലിക്കി യൗമിദ്ദീൻ ഓതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ കുല്ല റബ്ബിന്നാസ് എന്ന് ഓതി തെറ്റല്ലേ? അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു, പേടിക്കണ്ടെന്ന്. ഇതെന്തിപ്പോ നിങ്ങൾക്ക് ഇത്ര പേടി? ഇത് ഖുർആൻ, നമ്മളത് അത്ര കേട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ലക്കും ദീനുക്കും വലിദീൻ. ലക്കും ദീനുക്കും വലിയ ദീനെന്നാ, ചെറിയ ദീനെന്ന് കേട്ടിട്ടില്ല. എന്നാലൊരു ഇമാമിൻ്റെ അഭിപ്രായം അനുസരിച്ച് വലിയ ദീനി അഭിപ്രായമുണ്ട്. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മൾ പല രീതിയിലൂടെ നമ്മളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതാണ്. അത് പഠിക്കാനല്ലേ നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കുന്നത്, പഠിക്കണ്ടേ? ശരി, നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്ക് നിലവിൽ നമ്മൾ ഓതിക്കൊണ്ടു പോകുന്ന ആയത്ത് അത് കൃത്യമായിട്ടെങ്കിലും ഓതാൻ പഠിക്കണ്ടേ? ഒരു യാസീൻ എങ്കിലും കൃത്യമായിട്ട് പഠിക്കണ്ടേ? റാഹത്തായിട്ട് പഠിക്കണ്ടേ? ഒരു അർറഹ്മാൻ കൃത്യമായിട്ട് പഠിക്കണ്ടേ? സൂറത്തുൽ വാഖിയ കൃത്യമായിട്ട് പഠിക്കണ്ടേ? അത് നമ്മൾ പറഞ്ഞതാണ്. അല്ല വെറുതെ നമ്മൾ കുറേ ആയത്ത് ഓതി സൂറത്ത് ഓതിയിട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന പരാതിയാണ്,
يا ربي وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ, എൻ്റെ അനുയായികൾ ഖുർആൻ അവഗണിച്ചു അല്ലാ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ അത് ഓതേണ്ട രീതിയിൽ അവർ ഓതിയില്ല അല്ലാ, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചില്ല പടച്ചവനെ, പാരായണം ചെയ്യേണ്ട രീതിയിൽ അവർ പാരായണം ചെയ്തില്ല അല്ലാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ അടുത്ത് ആഖിറത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടുത്ത് പരാതി പറയും. അപ്പോൾ വിളിക്കും, അബൂബക്കർ വാ, ഉബൈദ വാ, റാഫിയ വാ, ഇക്കു ഇച്ചു ഇണ്ണി എല്ലാം വാ. എന്താ നീ ഓതാഞ്ഞത്? എന്താ പഠിക്കാഞ്ഞത്? എന്താ മനസ്സിലാക്കാഞ്ഞത്? അന്ന് ചോദ്യം വരും, എന്താ പഠിക്കാഞ്ഞത്? എന്താ പഠിക്കാൻ? റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. അല്ലാഹുവേ, ആ ക്ലാസ് നടന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്ന് ഞാൻ പോയി. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് എനിക്കൊരു മരിപ്പുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് അല്ലാ എൻ്റെ കച്ചവടത്തിൽ നല്ല ബിസിനസ് ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ ക്ലാസ് മുടങ്ങിപ്പോയി റബ്ബേ. അതുകൊണ്ട് ദുനിയാവ് എന്നെ പരാജയപ്പെടുത്തി അല്ലാ, എനിക്ക് ആഖിറം നഷ്ടമായി റബ്ബേ. ഇനിയൊന്ന് ആ ഖുർആൻ പഠിക്കാൻ ഒരവസരം വീണ്ടും തരുമോ നാദാ? ചോദിക്കും, കിട്ടോ? പിന്നെ കിട്ടുമോ? പോയത് പോയി. പിന്നെ കിട്ടുമോ? ഇല്ല, പോയത് പോയി. നഷ്ടപ്പെട്ടത് തന്നെ. അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അതിന് പഠിക്കാൻ അവസരമുണ്ട്, പഠിച്ചോ. അതാണ് എന്ത് തെറ്റു വന്നാലും പ്രശ്നമില്ല, പരിഹരിക്കാം. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി ശാഖുൽ ലഹു അജ്റാൻ. ഖുർആൻ പഠിക്കുമ്പോൾ പേടി വേണ്ട കേട്ടോ, പേടി വേണ്ട. ആ ഖുർആൻ ഓതുന്ന സമയത്ത് റബ്ബേ ഇത് തെറ്റാണല്ലോ, എനിക്ക് ഓതാൻ കഴിയുന്നില്ലല്ലോ എന്ന വെപ്രാളം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ 2 കൂലി അല്ലാഹു നിനക്ക് നൽകും. ഒന്ന് ആ ടെൻഷന്റെ പേരിൽ, 2 നീ പഠിക്കുന്നതിന്റെ പേരിൽ. അല്ലാഹു സാധാരണ ഓതുന്ന വ്യക്തിയേക്കാൾ 2 കൂലി റബ്ബ് നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 കൂലിയാണ് ഖുർആൻ പഠിക്കുന്നവർക്ക്, 2 കൂലി കിട്ടും ഖുർആൻ പഠിക്കുന്നവർക്ക്. അല്ലാഹ്, അസൂയ നല്ലതല്ല. അസൂയ നല്ലതാണോ? അസൂയ നല്ലതല്ല. എന്നാൽ 2 കാര്യത്തിൽ അസൂയ വെക്കാം. 2 കാര്യത്തിൽ അസൂയക്കാം. ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നൈൻ. 2 കാര്യത്തിൽ അസൂയ വെക്കാം. ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു ഖുർആനാ ഫയത്ലൂനഹു ആനാൽ ലൈൽ വആനാൻ നഹാർ. ഒരാൾക്ക് അല്ലാഹു ഖുർആൻ ഓതാനുള്ള ഭാഗ്യം കൊടുത്തു. ഖുർആൻ മനസ്സിലാക്കാനും അത് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് പ്രബോധനം ചെയ്യാനും ഒരാൾക്ക് അല്ലാഹു കഴിവ് നൽകിയെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആൻ രാപ്പകലില്ലാതെ ഓതിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തിയെ കണ്ടിട്ട് അസൂയപ്പെടൽ നല്ലതാണ് കേട്ടോ. എപ്പോ നോക്കിയാലും ആ ചങ്ങാതി ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുന്നു. എപ്പോൾ നോക്കിയാലും ഖുർആൻ ഓതല. ഞാൻ എപ്പോൾ പള്ളിയിൽ പോയാലും ഖുർആൻ ഓതലാണ്. എപ്പോൾ പള്ളിയിൽ പോയാലും ഖുർആൻ ഓതും. നടക്കുമ്പോൾ കടലിരിക്കുന്ന സമയത്ത് കച്ചവടമൊന്നും ആരും ഇല്ലാത്ത സമയത്ത് ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. കാറിൽ പോകുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. എപ്പോൾ നോക്കിയാലും ഖുർആൻ. ഇവനെ നമുക്ക് അസൂയപ്പെടാം, ഇവനോട് അസൂയപ്പെടാം. ഖുർആൻ ഓതുന്ന ഒരാളെ കണ്ട് നമുക്ക് അസൂയപ്പെടാം. ആരെങ്കിലും അങ്ങനെ അസൂയപ്പെട്ടിട്ടുണ്ടോ? ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഇവൻ ഖുർആൻ പള്ളിക്ക് പോയാൽ അവ എപ്പോഴും ഫുൾ ടൈം ഖുർആൻ. അങ്ങനെ ഓതുന്ന ആളുകളുണ്ടോ? അങ്ങനെ ഓതുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിൽ നമുക്ക് അസൂയപ്പെടും നല്ലതാണ്. അതിൽ നമുക്ക് അസൂയ വയ്ക്കാം. എനിക്കും അങ്ങനെ ഓതണം. അങ്ങനെ ഖുർആൻ ഓതി മരിക്കാൻ ഭാഗ്യം കിട്ടട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതി മരിക്കാൻ ഭാഗ്യം കിട്ടട്ടെ. ആ അവസാനത്തെ കലാം അള്ളാന്റെ കലാം. അള്ളാന്റെ കലാം. അപ്പൊ ഖുർആൻ ഓതാൻ ആരെങ്കിലും ആഗ്രഹിക്കുമ്പം അതിൽ നമുക്ക് അസൂയ ഉണ്ടാകണം. അത് നല്ലതാണ്.
അതില് രണ്ട് റജുലുൻ ആതാഹുല്ലാഹു മാലാ ഫയുൻഫിഖു ഒരാൾ പരിശുദ്ധമായ സമ്പത്ത് അള്ളാഹു അവന് നൽകി. ആ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ അവൻ രാപ്പകലില്ലാതെ ചെലവ് ചെയ്യുമ്പോ അത് കണ്ടിട്ട് അസൂയപ്പെടുന്നത് നല്ലതാ. പടച്ചവനെ, റാഫി എത്ര പേർക്ക് ഉടുപ്പ് വാങ്ങി കൊടുക്കുന്നു, എത്ര പേർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു, എത്ര പേർക്ക് കിതാബ് പുസ്തകം വാങ്ങി കൊടുക്കുന്നു. പടച്ചവനെ, ഇന്ന വ്യക്തി എത്ര പേർക്ക് സഹായം ചെയ്യുന്നു, ധനസഹായം ചെയ്യുന്നു. അല്ലാ, നീ അവന് കൊടുത്ത വലിയ ഒരു ഭാഗ്യമാണല്ലോ എന്ന് അവനെ നോക്കി അസൂയപ്പെടുന്നത് നല്ലതാണ്. നബീന റസൂലുള്ളാഹി. കാരണം നമ്മുടെ അടുത്ത് കീശയിൽ പണമുണ്ട്, നമ്മൾ കൊടുക്കൂല. നീ പിശുക്കനാണ്, നിനക്ക് നിന്റെ സമ്പത്ത് നിനക്ക് തിന്നാനും ഉപകരിക്കൂല, ഉമ്മത്തിന് ഉപകരിക്കൂല, നീ അങ്ങനെ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെയാണെങ്കിൽ മരിക്കുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനെ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അസൂയപ്പെടണം. നീ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന കാണുമ്പോൾ ഞാൻ കണ്ട് അസൂയപ്പെടണം. നിനക്ക് ഇത്ര തൗഫീഖ്, മാഷാ അല്ലാ, നീ ഇത്ര ചെയ്യുന്നല്ലോ, മാഷാ അല്ലാ, എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഈ രണ്ട് കാര്യത്തിൽ അസൂയ പാടുള്ളൂ. ഒന്ന് ഇൽമ്, ഖുർആൻ ഓതുക. രണ്ട് സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ. ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? അസൂയപ്പെടാം. അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അസൂയ പാടില്ല. ഒരാൾ ഖുർആൻ സാധാരണ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്, സദാസമയം ഖുർആൻ ഓതുകയാണ്, ദുആ ചെയ്യുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പടച്ചവനെ, അള്ളാഹു അവന് കൊടുക്കുന്ന നന്മ എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ ചോദിക്കാതെ തന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി സാധിച്ചു കൊടുക്കുമത്രേ. അവൻ ചോദിക്കണ്ട, അവൻ എപ്പോഴും ഖുർആൻ, ഫുൾ ടൈം അവൻ ഖുർആൻ ഓതാണ്. അവന് ഒരുപാട് പ്രശ്നമുണ്ട്, അവന് കച്ചവടത്തിൽ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, ശാരീരിക പ്രശ്നമുണ്ട്. പക്ഷെ നോ പ്രോബ്ലം, ഇതൊക്കെ അള്ളാഹ്ക്കറിയാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അവൻ ദുആ ഒന്നും ചെയ്യാറില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതിക്കൊണ്ടിരി, എൻ്റെ സകല പ്രശ്നങ്ങൾ അള്ളാഹ് പരിഹരിച്ചു തരും. ചോദിക്കാത്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ആ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ആ ചോദിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹു അധികമായി നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണം, ശരിക്കും ഓതണം, വീട്ടിൽ ശരിക്കും ഓതണം. ഒരു 3 ജുസു കുറഞ്ഞത് ഓതണം. ഇല്ലെങ്കിൽ ഒരു ജുസു എങ്കിലും ഒരു ദിവസം. 30 ദിവസം കൊണ്ട് ഒരു ഖത്തം. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് ഈ ക്ലാസ് 30 ദിവസത്തിനുള്ളിൽ ഒരു ഖത്തം ഓതിയ ഒരു കൈപൊക്ക്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ ആരും ഒന്നും മുണ്ടില്ല. ആരും വന്നിട്ടില്ലായിരുന്നു. അല്ല, ആരും ഓതിയിട്ടില്ല ഒരു ഖത്ത. കഴിഞ്ഞ ക്ലാസ് മുതൽ ഈ ക്ലാസ് വരെ ഒരു ഖത്ത ഓതിയവർ ഇല്ലെങ്കിൽ ഈ ഖുർആൻ ക്ലാസിൻ്റെ ഖത്ത ഓതാനാണ് ഞാനീ പറയുന്നത്. ആരെങ്കിലും ഖത്ത ഓതി തീർക്കാം. ഫായിദ ഇല്ലെങ്കിൽ പിന്നെ ഖുർആൻ ക്ലാസ് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഒരു ഖത്തം ഇന്ന് മുതൽ അടുത്ത ക്ലാസ്സിനുള്ളിൽ ഒരു ഖത്തം തീർക്കണം. ഒരു മാസത്തിൽ ഒരു ക്ലാസ്, ഒരു ദിവസം ഒരു ജുസു. എന്തെല്ലാം ബിസി ആണെങ്കിലും ഒരു ജുസുവിന് വേണ്ടി സമയം മാറ്റി വെക്കണം. ഒരു വലിയൊരു സമ്പന്നനുണ്ട് കോഴിക്കോട്, വലിയ സമ്പന്നനാണ്, ഭയങ്കര പൈസക്കാരനാണ്. അയാളുടെ പോക്കറ്റിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്. ആ ഡയറി എടുത്തിട്ട് കാണിച്ചു തന്നു, ഇതെന്താ സംബന്ധം? 650 ഖത്തം ഞാൻ തീർത്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇത്ര ഓത് ഉസ്താദ്, എത്ര തിരക്കാണെങ്കിലും ഞാൻ ഖുർആൻ ഓതാതിരിക്കൂല. ഫ്ലൈറ്റിലും കപ്പലിലും ഒക്കെ യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരാ നമ്മൾ. അങ്ങാടിയിൽ ബൈക്കിൽ പോയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യന്മാരാ. നമുക്ക് ഒരു ദിവസം ഒരു ജുസുവിന് വേണ്ടി ഒരു 20 മിനിറ്റ് 20 മിനിറ്റ് ഖുർആൻ പെട്ടെന്ന് ഓതാൻ അറിയാവുന്നവർക്ക്, അല്ലാത്തവർക്ക് 25 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല. ഉണ്ടോ? എന്നാൽ ഒരു ദിവസം എത്ര MB നമ്മൾ തീർക്കുന്നുണ്ട്? എത്ര MB തീർക്കും ഒരു ദിവസം? 1.5 GB പെർ ഡേ തീർത്തിരിക്കും. 2 GB പെർ ഡേ തീർത്തിരിക്കും. 2 GB. ഖുർആൻ ഓതിയോ? وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. ഒരുപാട് സമയമുണ്ടായിട്ട് എൻ്റെ സമുദായം ഒരു ജുസ് പോലും ഒരു ദിവസം ഓതിയില്ല. അല്ലാഹ്
അല്ലാ, റസൂലുള്ള നമുക്കെതിരെ പരാതി പറയും. ഒരു ജുസ് ഒരു ദിവസം ഓതിയിട്ടുണ്ടോ? ശരി പോട്ടെ, ഇത്ര നാൾ അല്ല പുറത്ത് തരട്ടെ നമുക്ക്. ഇന്ന് മുതൽ നിയത്ത് വയ്ക്കുവോ? ഉവൈദേ, ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. ശരിയല്ലേ? ഒരു ദിവസം ഒരു ജ്യൂസ് ഒരു 20 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി, ഖുർആന് വേണ്ടി, ഖബറിനകത്ത് നമ്മളെ സഹായിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഒരു ദിവസം ഒരു 20 മിനിറ്റ്. എത്രയോ സമയം ബ്രോക്കറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും, എത്രയോ സമയം കാമുകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും, എത്രയോ സമയം കാമുകനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു 10 മിനിറ്റ് വൈഫിനോട് സംസാരിക്കാൻ പറ്റൂലേ? ഒരു 15 മിനിറ്റ് വൈഫിനോട് സംസാരിക്കാൻ പറ്റൂലേ? 1 മണിക്കൂർ നീ അവൾക്ക് സമയം കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊടുത്തൂടെ? നമ്മുടെ കാമുകിയാണ് നമ്മുടെ ഖുർആൻ. നമ്മുടെ കാമുകിയാണ് നമ്മുടെ ഖുർആൻ. എല്ലാ കാമുകന്മാരും മരിക്കുമ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകും. പക്ഷെ ഈ ഖുർആനെ നിങ്ങൾ ലവ് ചെയ്ത് നോക്ക്, ഖുർആൻ മരിക്കുമ്പം കൂടെ വരും. ഖുർആൻ മരിക്കുമ്പം കൂടെ വരും. അല്ലാതെ നമ്മളിവിടെ പ്രണയിക്കുന്ന പ്രണയിനി നമ്മുടെ കൂടെ വരുമോ? വരുമോ? ഇക്ക നിങ്ങളുടെ വൈഫ് കൂടെ വരുമോ മരിച്ചാൽ? ഇല്ല. വരുമോ? റസൂലുള്ളാഹി തങ്ങളുടെ വൈഫ് കൂടെ പോയോ? റസൂൽ തങ്ങളുടെ മക്കൾ കൂടെ പോയോ? ഒറ്റയ്ക്കാ പോയത്. എല്ലാവരും ഒറ്റയ്ക്കാ പോയത്. നമ്മൾ ഒറ്റയ്ക്കാ പോകേണ്ടത്. എന്നാൽ നമ്മുടെ കൂടെ വരുന്ന കാമുകിയാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് സ്നേഹിക്കണ്ടേ? കൂടെ വരുന്ന ആളിനല്ലേ സ്നേഹിക്കേണ്ടത്? ആണോ അല്ലയോ? അല്ല നമ്മളെ ഇവിടെ പറഞ്ഞു പോന്നെ എൻ്റെ ഇക്ക പോയേ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ആ കണ്ണുനീരല്ലേ ഉള്ളൂ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിലെ തണി എന്നിലാരെന്ന്, ഉലകത്തിലെ തണി എന്നിലാരെന്ന്. ഇക്കാടെ മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനൽപ്പാളിയിൽ മുറുകെ പിടിച്ചിട്ട് നിറകണ്ണുകളോടെ, എൻ്റെ ഇക്കാ ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലേ, ഇന്ന് ഞാൻ തനിയല്ലേ, ഇനി ഞാൻ ഖിയാമത്ത് നാൾ വരെ, മരണം വരെ ഈ ഉലകത്തിൽ തനിച്ചല്ലേ. ശരിയല്ലേ? ആ പോകുന്ന ഇക്കായും തനിച്ചാണ്. ഇക്കാടെ കൂടെ ആരാ ഖബറിനകത്തൊരു ആരെങ്കിലും കൂടെ വരുമോ? ആരും വരുമോ കൂടെ? ആരുണ്ടാവൂല. നമ്മൾ മാത്രം ഒറ്റയ്ക്ക് പോണം അബീബേ. എന്നാൽ നിന്നോടൊപ്പം വരുന്ന ഒരേ ഒരു കൂട്ടുകാരൻ, അത് പരിശുദ്ധമായ ഖുർആനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ എങ്ങനെ ഖബറിൽ വരും എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഖുർആൻ നമുക്ക് എന്തൊക്കെ സമ്മാനം ഖബറിൽ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹ് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് തരും? അള്ളാഹിൻ്റെ അടുക്കൽ പോയിട്ട് വാദിച്ചിട്ട് ഈ കിടക്കുന്ന ഖബറാളിക്ക് വേണ്ടി എന്തൊക്കെ ഖുർആൻ സമ്മാനം ചെയ്തു കൊടുക്കുമെന്നുള്ളത് ഹദീസ് ഓതിട്ട് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കതിന് താല്പര്യം. ഒരു കാമുകി ഉണ്ടാക്കാൻ നമുക്കൊരാഗ്രഹം വേണ്ടേ? സ്നേഹിക്കണ്ടേ ഖുർആനെ സ്നേഹിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ 2-3 കാര്യം അള്ളാഹയോട് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ. 1, അള്ളാഹുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലാ. 2, നബിയെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ. 3, ഖുർആനിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ. ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവുന്ന എല്ലാ ദിവസവും. അല്ലാഹുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ, നിന്റെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ, നിന്റെ ഖുർആനിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ. പടച്ചവനെ നിന്റെ ദീനിനെ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു അല്ലാ. നീ എന്നെ ഇഷ്ടപ്പെടണമേ അല്ലാ. ഈ 4 കാര്യം പറഞ്ഞിട്ട് ഇനി ഒന്നും ഉറങ്ങാവൂ. എന്താ? ഹലോ പറ, എന്താ? ഈ 4 കാര്യം പറഞ്ഞിട്ടേ ഉറങ്ങാം. എന്തൊക്കെ ഉറക്കം പറ എന്ന് പറയുന്ന. ഇതെന്തിപ്പോ നിങ്ങളിത് എന്തത് ഉഷാറില്ല. ഞാൻ വരൂല. ഇനി അടുത്ത ആഴ്ച വേറെ സ്ഥാനം വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഒരൊറ്റ ക്ലാസ്സിന് വേണ്ടി ത്യാഗം സഹിച്ച് വരുന്നത്. 2 ദിവസത്തെ എൻ്റെ യാത്രയാണ്.
നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ച് വണ്ടി കയറി രാവിലെ ഇവിടെ എത്തി. ഇന്ന് ഉറക്കമൊഴിച്ചിട്ട് നാളത്തെ പരിപാടിക്ക് നാട്ടിലെത്തി. മറ്റന്നാളെ ജുമാക്ക് എന്ത് ത്യാഗം സഹിക്കണം. അപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് ഞാൻ പറഞ്ഞില്ല. ഇത് വയലല്ല. വയലാണെങ്കിൽ വന്ദേ ഭാരതിൻ്റെ കൂട്ടർ ഒറ്റ പിടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി കാസർഗോഡ് കൊണ്ട് അവസാനിപ്പിച്ചിട്ട് വാഹൃദ്വായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു ഇപ്പം ഇത് വന്ദേ ഭാരതല്ല. ഇത് നിലമ്പൂർ ഷഡിൽ, നിലമ്പൂർ ഷൊർണൂർ പോകുന്ന എല്ലായിടത്തും കൈ കാണിച്ചാൽ നിർത്തും. നിർത്തി 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 പതുക്കെ പതുക്കെ പോകുന്ന ആ സാധാ വണ്ടിയാണ്, ആന വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട. ഒരാളെങ്കിലും നമുക്ക് ഇവിടുന്ന് പാസ്സായാൽ മതി, എല്ലാവരും പാസ്സാകണമെന്നില്ല. അതുകൊണ്ട് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 4 കാര്യം പറഞ്ഞിട്ട് കിടക്ക്. അള്ളാഹ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു, നിൻ്റെ ഖുർആനിനെ സ്നേഹിക്കുന്നു, നിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കണേ അള്ളാഹ്. അത്ര വലിയ കാര്യം എന്നറിയത്. ഈ ചെറിയ കാര്യമല്ല. ഇത് മഹാന്മാർ പറഞ്ഞു തരുന്ന വാക്ക. ഇത് ചെറിയ കാര്യമല്ല. ഇത് പറഞ്ഞിട്ട് ഒരാൾ ഉറങ്ങിയാൽ മരിച്ചാൽ അവൻ രക്ഷപ്പെട്ട്. അന്ന് അവൻ്റെ അവസാനത്തെ വാക്കെന്തായിരിക്കും? നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു, നിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നു, നിൻ്റെ ഖുർആനിനെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കണേ അല്ലാഹ്. അത്ര വലിയ വാക്കാ. കാമുകിയെ നോക്കിയിട്ട് ഐ ലവ് യു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, പ്ലീസ് ലവ് മീ, നീ എന്നെ സ്നേഹിക്ക്. കിട്ടിയില്ലെങ്കിൽ മിസ് യു. ഖുർആനിന് മിസ്സായിപ്പോയി. മിസ് യു പറഞ്ഞു ആരേലും? യാ ഖുർആൻ മിസ് യു. ഒരു ജ്യൂസ് ഒന്ന് ഓതേണ്ടത് ആരെയും കണ്ട് കഴിഞ്ഞില്ല അല്ലാഹ്, ഖുർആനെ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആരെങ്കിലും മിസ് യു പറയാറുണ്ടോ? എന്നാൽ അവൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിൽ അവളുടെ മെസ്സേജ് വന്നില്ലെങ്കിൽ മിസ് യു, മിസ് യു, മിസ്സായി മിസ്സായി, ഇതൊക്കെ അല്ലേ പറയാ. ഖുർആൻ മിസ്സായി പോയി, പ്രശ്നമില്ല, ആർക്കും ടെൻഷൻ ഇല്ല. ആർക്കും ടെൻഷൻ ഉണ്ടോ? ഖുർആൻ നമുക്ക് നാളെ ഖബറിൽ മിസ്, അവൻ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോകും ഖബറിൽ, എന്താ പ്ലീസ് ഒന്ന് സഹായിക്കും. നോ മിസ് യു. ദുനിയാവിൽ വെച്ച് എന്നെ നീ മിസ്സാക്കി, ഇപ്പം ഞാൻ നിന്നെ മിസ്സാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കണം. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. സ്റ്റിൽ ഐ വിത്ത് യു. നിന്നോടൊപ്പം ഞാനുണ്ട്. സ്റ്റിൽ ഐ ലൈക്ക് യു. നീ എൻ്റെ, ഞാൻ നിൻ്റെ, എല്ലാം നമ്മൾ തമ്മിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു ബന്ധം നമ്മൾ നമ്മളുടെ പ്രണയിനിയോട് പറയുന്ന പോലെ ഖുർആനോട് പറയും. നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ സഹായിക്കും. രോഗം മാറും. വല്ലാഹി സത്യം, മാരക രോഗങ്ങൾ മാറും. ഖുർആൻ നിങ്ങൾ നോക്കി, ഖുർആനായിട്ട് നിങ്ങൾ ലയിച്ച് ചേര്. നിങ്ങളുടെ മജ്ജയിലും മാംസത്തിലും ഖുർആൻ ലയിച്ച് ചേർത്ത് നോക്ക്. നിങ്ങൾക്ക് അറിയാത്ത അത്ഭുതങ്ങളിലേക്ക് അല്ലാഹ് നിങ്ങളെ കൊണ്ടെത്തിക്കും. വല്ലാഹി സത്യം, വല്ലാഹി സത്യം, ഞാനായിട്ട് പറയാം. ഇത് അള്ളാന്റെ കലാമാണ്, പടച്ചവന്റെ വാക്കാണിത്, അള്ളാഹുവിന്റെ വാക്കാണ്. വൈദ സറഫ്നാ ഇലൈക നഫറം മിനൽ ജിൻ യസ്തമിഊനൽ ഖുർആൻ فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين. അള്ളാഹിൻ്റെ റസൂൽ ഖുർആൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ, ആ ജിന്നുകളൊക്കെ റസൂൽ നടക്കിലേക്ക് ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി പോയി. ആ ഖുർആന്റെ ഇൻപവും ആ ഇൻട്രസ്റ്റും ആ സന്തോഷവും കേട്ടിട്ട് ജിന്നുകൾക്ക് ആവേശം തോന്നി. ജിന്നുകൾ ഓടിപ്പോയി. അങ്ങനെ ജിന്നുകളുടെ ഒരു വിഭാഗം ഖുർആൻ നബി തങ്ങളുടെ സദസ്സിലേക്ക് ഓടിപ്പോയാണ്. ഖുർആൻ കേട്ടു. യസ്തമിഊനൽ ഖുർആൻ. അപ്പൊ ഖുർആൻ കേൾക്കാൻ വന്നു. അപ്പൊ ഖുർആൻ കേട്ടാൻ വന്നു. അവരുടെ കലവില കലവില ശബ്ദം തുടങ്ങി. ഫലമ്മാ ഹളറൂഹു ഖാലൂ അൻസിതൂ. ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുർആന്റെ ചർച്ചകൾ തുടങ്ങിയപ്പോ അവിടെ ഇവിടെയൊക്കെ കലബില ശബ്ദം വന്നപ്പോ, ഏയ് മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ആരാ താക്കീത് ചെയ്തത്? ജിന്നുകള്, മനുഷ്യരല്ല, ജിന്നുകള്. മിണ്ടരുത്, ഇവിടെ ഖുർആനാണത്, മിണ്ടരുത്. അൻസിതു, മിണ്ടാണ്ടിരിക്കെ. ഫലമ്മാ, ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഇനി ക്ലാസ് കേട്ടിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ആയത്ത്. ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ജിന്നുകൾ പറഞ്ഞ പോലെ പറഞ്ഞതൊക്കെ കേട്ടോ. താക്കീത്, ഭയപ്പാട്, ഖബറിലെ കൂട്ടുകാരൻ, ആഖിറത്തിലെ രക്ഷാ കവാടം,
ജീവിതത്തിൻ്റെ നൗക എല്ലാ മേഖലകളിലും നമ്മളെ പുൽകുന്നത് ഖുർആനാണ്. അത് സൂക്ഷിക്കണം, അത് ഓതണം, അതിനെ മുറുകെ പിടിക്കണം, അതിനെ സ്നേഹിക്കണം എന്നൊക്കെ അല്ലേ പറഞ്ഞത്. ഇതും ആര് പറഞ്ഞു? ജിന്നുകൾ പരസ്പരം ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ പറഞ്ഞു, എല്ലാം കേട്ടല്ലോ, ഖുർആൻ പറഞ്ഞത് കേട്ടല്ലോ, അതുപോലെ ചെയ്യണം. അതേപോലെ ഞാനും നിങ്ങളോട് എന്നോടും വസിയത്ത് ചെയ്യുന്നു, എല്ലാവരും പോയിട്ട് ഓതണം ഒരു ജുസു. എന്തേ ഇന്ന് മുതൽ ചാലുവാക്കുവോ ഒരു ജുസു? ഒരു 10-20 മിനിറ്റ്. ശരി, സമയമില്ല, ഞാൻ ഒരു എളുപ്പം ഒരു ഐഡിയ പറഞ്ഞുതരാം. 5 നേരം നിസ്കരിക്കുന്നവരാണോ നിങ്ങൾ? ആണോ? സുബഹി നമസ്കാരത്തിന് 2 പേപ്പർ ഓതും. സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്ന് ഖുർആൻ എടുത്തിട്ട് 2 പേപ്പർ. നേരത്തെ ഓതിയ പോലെ ഓതല്ലേ, നേരത്തെ ഓതിയ പോലെ 2 പേപ്പറിലെ സമയമില്ല. ആ ബസ് ഇപ്പോൾ പോകും. പ്രഷർ കുക്കർ വല്ല ഫായതയുണ്ടോ? അങ്ങനെ ഓതിയിട്ട് പോയാൽ നീ പോകുന്ന വഴിയിൽ ഖുർആൻ്റെ ശാപം ഏറ്റിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ 2 പേപ്പർ ഓതിയാൽ മതി. ളുഹറിന് 2 പേപ്പർ, അസറിന് 2 പേപ്പർ, മഗ്രിബിന് 2 പേപ്പർ, ഇഷാക്ക് 2 പേപ്പർ. 5 പേപ്പറാണ്, 10 പേപ്പറാണ് പരിശുദ്ധ ഖുർആൻ. അപ്പം ഈ 2 പേപ്പർ വീതം നമ്മൾ ഓരോ വഖത്തിന് ഓതിയാൽ ഈ 2 10 ഒരു ജുസു ഈസി ആയിട്ട് ഓതി തീർക്കാൻ പറ്റും. ഈസി ആയിട്ട് 5 മിനിറ്റ് സമയം കണ്ടെത്തുമോ? അല്ലെങ്കിൽ ഫായിദയില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാസ് വിടാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് വരുമ്പം ഞാൻ ഇതുപോലെ ചോദിക്കുമ്പം പല കൈകൾ പൊങ്ങണം. ഹത്ത ഓതിയവർ പറയും 30 ദിവസം കഴിഞ്ഞു ഒരു ഹത്ത ഓതിയവർ പറയും എന്ന് പറയുമ്പോൾ കൈ പൊങ്ങണം. ഇൻഷാ അള്ളാഹ് പൊങ്ങോ? ഞാനും ഓതാം. ഞങ്ങളൊന്നും ഒന്ന് ഓതിയാൽ പോരാ, 2-3 ഓതണം. പക്ഷെ സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്ക് ഒന്നെങ്കിലും ഓതും. അതിനോടുള്ള ഹക്കങ്ങൾ നിർവഹിച്ചേ പറ്റുള്ളൂ. ഒന്നെങ്കിലും ഓതണം. ഇല്ലെങ്കിൽ ഖുർആൻ നമുക്കെതിരെ നാളെ ശപിക്കും. അതല്ലേ പ്രശ്നം, ഖുർആൻ നമുക്കെതിരെ ശപിക്കും. അതുകൊണ്ട് ഒരു ജുസു ഇൻഷാ അള്ളാഹ് ഇന്ന് നിങ്ങൾ നല്ല നിയത്തിൽ ഓതി നോക്ക്. രാവിലെ തഹജ്ജുദിന് എഴുന്നേക്ക്, സുബഹിക്ക് ബാങ്ക് വിളിച്ച് 1/2 മണിക്കൂർ സമയമുണ്ടല്ലോ, അപ്പോൾ ഓത്. ഈസിയാ ഹബീബേ. നമുക്ക് ഓതാൻ പറ്റിയാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ, അല്ലേ? മണിക്കൂറുകളോളം വാട്സപ്പിൽ ഇരിക്കുന്നില്ല ഹബീബേ, മണിക്കൂറുകളോളം ഫേസ്ബുക്കിൽ ഇരിക്കുന്നില്ലേ, മണിക്കൂറുകളോളം. പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടാകും, രോഗം ശിഫയാകും. ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ കണ്ടുകൊണ്ടേയിരിക്കണം. ഖുർആൻ ഓതിയിട്ട് കരയണം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല മറ്റൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാൻ എന്താണ് ആയത്ത്? വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബില്ലാഹ് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബില്ലാഹ് ഫയഗ്ഫിർ لمن يشاء ويعذب من يشاء والله على كل شيء قدير. അല്ലാഹു അക്ബർ. എല്ലാ ദിവസവും ഓതി കിടക്കേണ്ട ആയത്താണിത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ഓതും. ഹാത്തൈനിൽ ആയത്തൈൻ, ഈ 2 ആയത്തുകൾ. ഒന്ന് ആമനർ റസൂൽ, ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം ആണിപ്പോൾ ഞാൻ ഓതിയത്. എപ്പോഴും ഓതും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. അല്ലാഹു അക്ബർ. നിന്റെ ഹൃദയത്തിൽ തെളിഞ്ഞതും ഒളിഞ്ഞതും അള്ളാഹ് അറിയുന്നുണ്ട്. നീ രഹസ്യമാക്കിയതും പരസ്യമാക്കുന്നതും അള്ളാഹ് അറിയുന്നുണ്ട്. അത് നാളെ ചോദ്യം ചെയ്യപ്പെടും. പോയി നമ്മളെല്ലാം കുടുങ്ങി. നമ്മൾ രഹസ്യമായിട്ട് പലതും ചെയ്യും, പരസ്യമായിട്ട് ചെയ്യാറില്ലായിരിക്കാം. രഹസ്യമായിട്ട് പലതും ചെയ്യും. അത് അള്ളാഹ് പറഞ്ഞത്. ഔ തുഖ്ഫൂ, നീ രഹസ്യമാക്കി വെച്ച കാര്യം അള്ളാഹു അറിയും, പടച്ചവൻ. ഇത് കേട്ടിട്ട് കരഞ്ഞുപോയി. അദ്ദേഹത്തിന് ഓതാൻ കഴിയുന്നില്ല.
സ്ട്രക്കായിപ്പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതാൻ കഴിയുന്നില്ല. അവരൊക്കെ ഒരു തെറ്റ് ചെയ്തവരല്ല. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു തആല. ആയിഷ റളിയല്ലാഹു തആല അവരെ കുറിച്ചൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആലിമീങ്ങളിൽ സ്വർഗത്തിന്റെ അഹ്ലുകാർ ആര് എന്ന് എന്നോട് അള്ളാഹു ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഇബ്നു ഉമർ എന്നായിരിക്കും. എത്ര വലിയ മഹാൻ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആലിമി അഹ്ലുൽ ഇൽമ്, അവരിൽ സ്വർഗത്തിന്റെ അഹ്ലുകാർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഇബ്നു ഉമറിന്റെ പേരായിരിക്കും. ആ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആണ് ഈ ആയത്ത് ഓതിയിട്ട് സ്ട്രക്കായി പോയി നിന്നവിടെ. അടുത്ത ആയത്ത് വരുന്നില്ല പേടിച്ചിട്ട്. എന്താ? രഹസ്യത്തിലും പരസ്യത്തിലും നീ ചെയ്യുന്നത് അള്ളാഹു അറിയും. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. റാത്തീബ് മാത്രം ഓതിയിട്ട് കാര്യമുണ്ടോ? അർത്ഥമുണ്ടോ? അറിയോ? അർത്ഥമുണ്ടോ? അത് ഓതുന്നങ്ങനെ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മാ മഅന? എന്താണ് മീനിങ്? എന്താണ്? അല്ലാഹു ഹാദിരി, അല്ലാഹു ഇവിടെ ഉണ്ട്, ഹാദിറാണ്. അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, ഞാൻ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു സാക്ഷ്യമാണ്. അല്ലാഹു മഈ, ഗോഡ് വിത്ത് മീ, ഗോഡ് വിത്ത് അസ്, നമ്മളോടൊപ്പം ദൈവം ഉണ്ടെന്ന്, അല്ല എൻ്റെ കൂടെ ഉണ്ടെന്നാണ് നമ്മളാ പറയുന്നത്. ഈ അല്ല എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പം എനിക്കൊരു കുറ്റം ചെയ്യാൻ കഴിയോ അബീബേ? കഴിയോ? ക്യാമറ തുറന്നിരിക്കുന്നിടത്ത് ബെൽറ്റ് ഇടാതെ പോവോ അബീബേ? ക്യാമറ ഉള്ള സ്ഥലത്ത് തലയിൽ തൊപ്പി വെക്കാതെ ഹെൽമെറ്റ് വെക്കാതെ പോവോ അബീബേ? ക്യാമറ എന്നെ നോക്കുന്നു. അപ്പോ ക്യാമറ നാളിരി, ക്യാമറ ഷാഹിദി, ക്യാമറ ഹാലിരി, ക്യാമറ മഈ. പെട്ടെന്ന് വണ്ടിയുടെ നിർത്തി ബെൽറ്റ് എല്ലാം വലിച്ചിട്ട് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വയ്ക്കും, ബെൽറ്റ് ഊരി മാറ്റും. അപ്പോൾ കാണുമ്പോൾ ചെയ്യും. അപ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവനാണ് ഔലിയ, അവനാണ് വലി. അത് ആർക്കുണ്ടായിരുന്നു? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഓതിക്കൊണ്ടിരുന്നു. നമ്മൾ എന്നിട്ട് റാത്തീബ് കഴിഞ്ഞ് പോകുമ്പോൾ 2000-ന്റെ ഘട്ടം അവിടെ കടന്നാൽ മെല്ലെ എടുത്ത് പോക്കറ്റിട്ട് അല്ലാഹു അലരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദ് അല്ലാഹു മഈ. ഒരു സ്വർണ്ണമോതിരം അവിടെ കിടന്ന് കിട്ടി, മെല്ലെ എടുക്കും. നല്ല വിലയുള്ള സമയം അല്ലാഹു അലരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദ് അല്ലാഹു മഈ. കടയിലെ മോലാളി കട ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ പോയി. പതുക്കെ വലി, ഇവൻ ഏറ്റവും വലിയ വലിയാവും. വലി അങ്ങനെ പൈസ വലിക്കുക, വലി, അല്ലാഹു വലി അല്ലാഹു വലി അല്ലാഹു വലി അല്ലേ? ഇവനെ പേടിച്ചിട്ടല്ലേ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടി വന്നത്? ഇവനൊരു ഏറ്റവും നല്ല ഒരു അമീനായി വിശ്വസ്തനായിരുന്നെങ്കിൽ ഈ ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മൾ വിശ്വസ്തരായിരുന്നെങ്കിൽ റോഡിൽ ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ഒരു ചിന്ത എൻ്റെ കൽബിലുണ്ടായാൽ വല്ലാഹി സത്യം നമ്മൾ ഔലിയാക്കളായി. പക്ഷെ എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? പറ്റുന്നുണ്ടോ? രഹസ്യത്തിലും ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. ആരാണോ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്ക് ഉന്നതമായ പ്രതിഫലമാണ്. ഉന്നതമായ പ്രതിഫലമാണ്. അള്ളാഹു നമുക്കൊക്കെ അത് തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനു വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യും. പടച്ചവരെ രഹസ്യത്തിലും നിന്നെ ഭയപ്പെടാൻ ഭാഗ്യം എന്താ അള്ളാഹ്. ദുആ ചെയ്യും, അള്ളാഹ് ചിലപ്പം തരും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരി. ഒരാൾ തെറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ കള്ള് കുടിക്കുന്നു. നബി തങ്ങളുടെ അടുക്കൽ ഒരാളൊന്ന് പരാതി പറഞ്ഞു, ഒരാൾ കള്ള് കുടിക്കുന്നു നബിയെ. എന്നിട്ട് അയാൾ ഖുർആൻ ഓതാണ്. ഒരേ ഖുർആൻ ഓതൽ തന്നെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സതൻഹാഹു ഖിറാഅതുഹു, ഖുർആൻ അവനെ തടയും. എന്നെങ്കിലും ഖുർആൻ അവനെ തടയും.
ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഖുർആൻ നമ്മളെ ആ തെറ്റിൽ നിന്ന് തടയും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന കാര്യമില്ല എന്ന് പറയരുത്. ഖുർആൻ ഓത് നമ്മളെ തെറ്റിൽ നിന്ന് ഖുർആൻ നമ്മളെ രക്ഷപ്പെടുത്തും. കാരണം എന്താ, ഖുർആൻ പറഞ്ഞ വാക്കതാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. എത്ര വലിയ വാക്ക ഈ ഖുർആൻ. നേരായ മാർഗം ആഗ്രഹിക്കുന്നവരെ കൊണ്ടെത്തിക്കും ആ വഴിയിലേക്ക്. തീർന്നില്ല. وَيُبَشِّرُ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا كَبِيرًا. നന്മ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. നന്മകൾ ചെയ്തുകൊണ്ട്, സ്തുത്യർഹമായ നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവരാരാണോ അവർക്ക് ഭീമമായ പ്രതിഫലമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഖുർആൻ, അതാണ് ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക. ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങൾ ധാരാളം ഉണ്ട്. ഖുർആനിൻ്റെ സിഫത്തുകളുണ്ട്, ഖുർആനിൽ അത്ഭുതങ്ങളുണ്ട്, ഖുർആനിൽ അക്കങ്ങളുണ്ട്, ഖുർആനിൽ അക്ഷരങ്ങളുണ്ട്, ഖുർആനിൽ കഥകളുണ്ട്, ഖുർആനിൽ സാഹിത്യമുണ്ട്, ഖുർആനിൽ കണക്കുകളുണ്ട്. ഏത് വേണം നിങ്ങൾക്ക്? ഏത് വേണം? സെലക്ട് ചെയ്തോളി. എന്ത് വേണം ഖുർആനിലേക്ക് തിരിഞ്ഞു വന്നാൽ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടിട്ട് അവർ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഹേയ്, ഭയങ്കര അത്ഭുതമുള്ള സംഭവം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഭയങ്കര അത്ഭുതം, ഭയങ്കര അത്ഭുതം. ഖുർആൻ അത്ഭുതമാണ്, ഖുർആൻ അത്ഭുതമാണ്. പറഞ്ഞ വാക്കല്ലേ? അറബി ജിന്നുകൾ പറഞ്ഞ വാക്കാണ്. ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. വലിയ അത്ഭുതം, അത്ഭുതം. ഖുർആൻ അത്ഭുതം, ഖുർആൻ അത്ഭുതം, ഖുർആൻ അത്ഭുതമാണ്. അത്ഭുതം എന്തൊക്കെയാണെന്നാൽ അടുത്ത പ്രാവശ്യത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഖുർആൻ്റെ അത്ഭുതങ്ങളും ഖുർആനകത്തുള്ള അമൂല്യ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഹബീബെ. ഈ ഖുർആൻ ക്ലാസ് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ആവേശം ഈ പ്രാവശ്യം കണ്ടില്ല എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോരിച്ചൊരിയുന്ന മഴയിൽ ഫുള്ള് ആളിരുന്നിട്ട് ഈ പ്രാവശ്യം എന്താ കുറഞ്ഞു പോയാൽ? ഇത് എപ്പോഴും വന്ന് അവർക്ക് പണിയെടുക്കാൻ പറ്റൂല. എപ്പോഴും ഈ ഉബൈദിനും കൂട്ടും അവർക്കൊക്കെ ജോലിയില്ലേ, റിസുക്കിന് അവർക്ക് പോകണ്ടേ. നിങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ കോഴി ബിരിയാണി വെച്ചിട്ട് വരിയപ്പ ഖുർആൻ പഠിക്കുക. അവരുടെ ഒരു ആഗ്രഹം ഈ മക്കൾ, ഈ നാട്ടുകാരെ ഖുർആൻ പഠിക്കണം ആഗ്രഹിക്കുന്നു, നല്ലപോലെ നന്നാവണം, ഒരു 2 ആയത്തെങ്കിലും ഓതി പഠിക്കണം, നിസ്കരിക്കണം, മരിക്കുമ്പം കൂട്ടുകാരനെ കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചിട്ട് അവർ ചെയ്യുന്ന പണിയാണ്. ഇതിനു വേണ്ടിയൊക്കെ വലിയ ചിലവ്. നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് എടുത്തിട്ട് വന്ന് ആ സമയം കളയാനും 1000 പറ 2000 പറ എന്ന് പറഞ്ഞ സമയം കളയാനല്ല. നിങ്ങളൊക്കെ രഹസ്യമാണ് ദീനിന് വേണ്ടി, ഖുർആന് വേണ്ടി. ഇപ്പം ഈ ഖുർആൻ്റെ ആയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ഓതുന്നു. ഇത് മജ്തമഅത് ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല. ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഗുണം എന്തെന്നറിയോ? ഇവിടെ ഇരിക്കുന്നതിൻ്റെ മഹത്വം ഓതാൻ സമയമുണ്ടോ? ഒരു ആയത്തും കൂടെ ഒരു അദ്വീതും കൂടെ മറ്റേ ചാപ്പാടനെ കൊടുക്ക്. പോകുന്ന സമയത്ത് എന്താ ഇവിടെ നിന്ന് കൊടുത്താൽ റാഫി സാഹിബ് ഉറക്കം വരുന്ന എല്ലാവരും ഡ്യൂട്ടി ഉണ്ടല്ലേ. നമുക്ക് ഈ ഖുർആൻ അദ്വീതും കേൾക്കുമ്പോൾ ഉറക്കം വരും. സീരിയൽ കാണുമ്പോൾ ഉറക്കം വരില്ല. ശൈത്താൻ്റെ പണിയതാ. നല്ല കാര്യത്തെ ഉറക്കും, നല്ല മോശമായ കാര്യത്തെ ഉറക്കൂല. ഏറ്റവും വലിയ പണി അതാണ്. ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ഖുർആൻ കേൾക്കുന്നതിൻ്റെ ഗുണം എന്താണ്?
മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യതദാറസൂന ഫീഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന ഫീഹി ഇല്ലാ ഗശിയത് അലൈഹിമുർ റഹ്മാ. ഏതെങ്കിലും ഒരു വീടുകളിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലെ ഒരു ഭവനത്തിൽ വെച്ച് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി അത് ഓതുകയാണ്, അത് പ്രഭാഷണം നടത്തുകയാണ്, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സദസ്സിലാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയതെങ്കിൽ ഇല്ലാ ഗശിയത് അലൈഹിമുൽ മലായിക, ആ റഹ്മത്തിന്റെ മാലാകമാർ നിങ്ങളെ പൊതിയുമത്രേ. വഹഫത്തുഹുമുൽ മലായിക വഗശിയത് അലൈഹിമുർ റഹ്മ, കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കുകയും മാലാകമാരെ നിങ്ങളെ ആലിംഗനം ചെയ്യുകയും അവർ നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുമത്രേ. എത്ര വലിയ ഭാഗ്യം! ഇവിടെ ഇരുന്ന് ഈ ഇരിക്കുന്ന സദസ്സിൽ ഈ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഇവിടെ വന്നവരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ പൊതിയും. വല്ലാഹി സത്യം, നമ്മുടെ മേലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. വല്ലാഹി സത്യം, മലക്കുകൾ നമ്മളെ മുസാഫഹത്ത് ചെയ്യും. ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടേ വിടുള്ളൂ. കാരണം ഇവിടെ വേറെ ലക്ഷ്യമില്ല. എന്താണ്? യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ഫീഹി, അള്ളാന്റെ കലാം ഓതുകയും ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സദസ്സിൽ ആരാണോ ഇരിക്കുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ അവരുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുമത്രേ. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമത്രേ, അവരുടെ രോഗങ്ങൾക്ക് ശിഫായുണ്ടാകുമത്രേ, അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കുമത്രേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. സ്ഥിരമായി രോഗമുള്ളവർ ഈ ഖുർആന്റെ ക്ലാസ്സിൽ വന്നിരുന്ന് നോക്ക്. സ്ഥിരമായി ടെൻഷൻ ഉള്ളവർ ഈ ഖുർആന്റെ സദസ്സിൽ വന്നിരുന്ന് നോക്ക്. സ്ഥിരമായി കടമുള്ളവർ ഈ സദസ്സിൽ വന്നിരുന്ന് നോക്ക്. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഖുർആനോട് നിങ്ങൾക്ക് എത്ര മഹബത്ത് ഉണ്ടാകുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ അള്ളാഹ് മാറ്റിത്തരും. വല്ലാഹി ഞാനിട്ട് പറയാണ്, എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഞാൻ ഓടിപ്പോയി ഖുർആൻ എടുക്കും, തുറക്കും, ഓതും, നെഞ്ചിലോട് ചേർത്ത് വെക്കും, അപ്പോഴേ മാറും. റാഹത്താണ്. ഈ വിഷമം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് ഓതും, ടെൻഷൻ മാറും. റാഹത്താണ്. കാരണം വെറുതെയല്ല നിങ്ങൾക്ക് അള്ളാഹു ഓഫർ ചെയ്യുന്നത്. അലിഫ് ലാം മീം, 3 അക്ഷരമാണ്. 3 അക്ഷരമാണ്. ഇത്ര ആരെങ്കിലും ഒരാൾ ഓതിയാൽ 30 നന്മ നമ്മുടെ പേരിൽ എഴുതി. 30 നന്മ കിട്ടി. ഇത്ര ഓതിയാൽ 30 നന്മ കിട്ടി. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ എന്നുള്ളത് 2 അക്ഷരമാണ്. ഖാഫ് ലാം. ഹു എന്നുള്ളത് 2 അക്ഷരമാണ്. ഹു വ. ഇപ്പൊ ഇത്ര ഓതുമ്പോൾ തന്നെ 4 12 120 നന്മ അള്ളാഹ് നമുക്ക് എഴുതിയില്ലേ? ഇത് ബാക്കി അങ്ങോട്ട് ഓതുമ്പോഴോ, അപ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോഴോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുമ്പോഴോ, ഓരോന്നിനും ഒരു അക്ഷരത്തിന് ബിസ്മി, ആ ഈ അലിഫ്, സീന്, മീമ്, ലാമ്, 2 ലാമ്, ഹാ, ഇതിനെല്ലാത്തിനും അള്ളാഹ് 10 വെച്ച് തരും. 10 വെച്ച് തരും. 10 വെറുതെ ഓതുമ്പോൾ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഓതുന്നില്ലേ, ഇതിനൊക്കെ 10 കിട്ടും. ഇനി നീ ഇത് നിസ്കാരത്തിൽ പോയി ഓതുന്നു, നമസ്കാരത്തിൽ കൈകെട്ടിട്ട് അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഒരു അക്ഷരത്തിന് 100 വെച്ച് അള്ളാഹ് എഴുതും. ഒരക്ഷരത്തിന്
അടി എടുക്കണം. ഇനി സാധാ ഓതിയ ഒരക്ഷരത്തിന്, നിസ്കാരത്തിൽ നിന്ന് ഓതിയാൽ ഒരക്ഷരത്തിന് 100. കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ 50. ഇരുന്ന് നിസ്കരിച്ച് ഓതിയ 50, നിന്ന് നിസ്കരിച്ച് ഓതിയ 100, അല്ലാതെ ഓതിയ 10. അപ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹ അത്ര ഓതുമ്പോൾ ഒന്ന് കണക്കൂട്ട്, വീട്ടിൽ പോരുന്ന കാൽക്കുലേറ്റർ എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര അക്ഷരം ഉണ്ടെന്ന് പറയണം കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോൾ പറയണേ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര അക്ഷരം ഉണ്ടെന്ന് പറയണം. ഖുർആനിൽ എത്ര ഖാഫ് ഉണ്ട്, ഖുർആനിൽ എത്ര ബാ ഉണ്ട്, ഖുർആനിൽ എത്ര ഹ ഉണ്ട്, എത്ര പ്രാവശ്യം അള്ളാന്നുണ്ട്, എത്ര പ്രാവശ്യം റബ്ബെന്നുണ്ട്. ഇതേ ഞാൻ പറഞ്ഞുതരാമല്ലോ. ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഖുർആനെ എല്ലാം മൊത്തം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളെ മൊത്തവും നമ്മൾ പഠിക്കും. അവൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മൊത്തം അവൾ പഠിക്കും. കാരണം ബിസി വന്ന ആർക്കാ ഇപ്പോൾ വിളിച്ചത്? കച്ചവടമായിരിക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് തിരിക്കും, അങ്ങോട്ട് തിരിക്കും, തിരിഞ്ഞാലും മറിഞ്ഞാലും മുഴുവൻ സംശയം. കാരണം എന്താ? നിങ്ങളെക്കുറിച്ച് ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ദേഷ്യപ്പെടുക എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് സന്തോഷം എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഖുർആനെ കുറിച്ച് പഠിക്കി, നല്ല ടേസ്റ്റ്, നല്ല ഇൻട്രസ്റ്റ്. അല്ലാഹു തൗഫീഖ് ആകട്ടെ. അപ്പോൾ എണ്ണീട്ട് അടുത്ത ആഴ്ച വരും പറഞ്ഞു തരുമല്ലോ അല്ലേ? അപ്പോൾ 2 വസിയത്താണ്. ഒന്ന്, ഖത്ത ഓതാൻ തുടങ്ങണം. ഇന്ന് മുതൽ സൂറത്തുൽ ഫാത്തിഹ ഓതണം. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ കൂടോത്രോ പ്രശ്നങ്ങൾ, മന്ത്രം തന്ത്രം അങ്ങനെയൊക്കെയുള്ള മുസീബത്ത്, വീട്ടിലാകെ ടെൻഷൻ, പ്രശ്നം, എല്ലാവർക്കും രോഗം, പ്രശ്നങ്ങളാണോ, 21 ദിവസം സൂറത്തുൽ ബഖറ ഓത്. എത്ര ദിവസം? 21 ദിവസം ഒരു വലിയ പാത്രത്തെടുത്ത് വെച്ചിട്ട് ടേബിളിൻ്റെ മുകളിൽ കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് 2.5 ജുസുവാണ്, അത് ഉറക്ക ഓതണം. 21 ദിവസം നിങ്ങൾ ഓതി, ആ വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം നിങ്ങളുടെ വീടുകളിൽ കൂടെയും നിങ്ങൾ കുടിക്കി, നിങ്ങളുടെ ശരീരത്തിലൊക്കെ അത് വെച്ച് തടവ്. ഇൻഷാ അല്ലാഹ് മാറിക്കിട്ടും. 21 days സൂറത്തുൽ ബഖറ. പ്രശ്നമുള്ളവർ, പ്രശ്നമില്ലാത്തവർ ധൈര്യമായിട്ട് ഓതിക്കോ. കടയിൽ ഓത്. ഷൈത്താനിൻ്റെ, പിശാചിൻ്റെ, ഒരു നാഗവല്ലിയുടെ, യക്ഷിയുടെ, പാറുവിൻ്റെ ഒരു ഷർറുണ്ടാവില്ല. പേടിക്കണ്ട. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പോണോ, ഉറക്ക അവിടെ ഇരുന്നിട്ട് 2.5 ജുസു ഓതണം. 2.5 ജുസുവാണ് ഒരു സൂറത്തുൽ ബഖറ. 21 ദിവസം നിങ്ങൾ ഓത്, ഈ വെള്ളം ഒഴിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉബൈദ, അടുത്ത ദുആ ചെയ്യാൻ വല്ല ലിസ്റ്റൊക്കെ ഉണ്ട്, കൊണ്ടുപോകാം പെട്ടെന്ന്. ഖുർആൻ ഓതിയ സദസ്സിലെ ദുആയ്ക്ക് ഇജാബത്താണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്ന് നമുക്കത് ദുആ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ശാന്തി നഗറിൽ, ശാന്തിയാ, അവിടെ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ വെച്ച് കറണ്ടടിച്ച് മരിച്ചു. നമ്മുടെ ഒരു കുടുംബക്കാരിവിടെ ഉണ്ട്, അവർ മരണപ്പെട്ട് അവർ വീട്ടിൽ ദ്വാരക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത്, ഗൾഫിൽ വെച്ച് സലീമോ 40 വയസ്സ്, ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന ആൾ, ബ്രോസ്റ്റഡ് മെഷീനിൽ നിന്ന് കറണ്ടടിച്ച്. അപ്പം ബ്രോസ്റ്റഡ് മെഷീനിൽ നിന്നൊക്കെ കറണ്ടടിക്കും. അള്ളാഹ് ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്, ബ്രോസ്റ്റഡ് മെഷീനിൽ നിന്ന് കറണ്ടടിച്ച് ബംഗാളിയെ പോയി രക്ഷപ്പെടുത്താൻ പോയതാ, അവനെ കറണ്ടടിച്ച് രക്ഷപ്പെടുത്താൻ പോയതാ, ഇയാൾ മരിച്ചു, അവൻ ആശുപത്രിയിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കട്ടെ. 40 വയസ്സേ ഉള്ളൂ, പാവം. അള്ളാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തെ നീ സമാശ്വസിപ്പിക്കണേ അള്ളാഹുവേ. പടച്ചവനെ ഇതുപോലുള്ള ആപത്ത് വിപത്തിൽ നിന്ന് രക്ഷിക്കണേ അള്ളാഹുവേ. അള്ളാഹുവെ ആ മരണപ്പെട്ടവരുടെ എല്ലാ കുടുംബങ്ങളെ ആ സമാശ്വസിപ്പിക്കുകയും ആ മരണപ്പെട്ടവരുടെ ഖബറുകളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണം. എന്താ മരണപ്പെട്ട വെള്ളമുണ്ട ഹസൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കട്ടെ. പൂർണ്ണമായ രീതിയിൽ മഗ്ഫിറത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വയറുവേദനയ്ക്ക് തേൻ കുടിക്കണം. തേൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വയറുവേദനയായിട്ട് വന്ന ഒരു കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് തേൻ കുടിക്കുക എന്നുള്ളത്. നല്ല കരിഞ്ജീരകത്തിൻ്റെ ഓയിലും തേനും കൂടെ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഒറിജിനൽ, അതും തേനും കൂടെ ചേർന്ന് സ്ഥിരമായിട്ട് എല്ലാവർക്കും കഴിക്കാം. ഒരു മാസം കഴിച്ചു നോക്ക്, ഒരുപാട് അസുഖത്തിന് ഭേദം ഉണ്ടാവും. അത് സ്ഥിരമാക്കുക. അള്ളാഹു പൂർണ്ണ ഷിഫ നൽകട്ടെ. അപ്പോൾ അതിനകത്ത് 11 സൂറത്തുൽ ഫാത്തിഹ ഓതുക, 21 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 21 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഓതുക. ആക്സിഡൻറ്റ് കേസിൽ ഒരു വിധി വരാനുണ്ട്. ഹൈറായ വിധിക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹ് ഈ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ അനുകൂലമാക്കി കൊടുക്കണേ പടച്ചവനെ, പ്രതികൂലമാക്കല്ലേ അള്ളാഹുവേ.
പരിശുദ്ധ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഹായിബാക്കല്ലേ അള്ളാഹ്. ആ സദസ്സിൽ വരുന്നതിൻ്റെ പേരിൽ അള്ളാഹുവെ നീ അനുകൂലമാക്കി റാഹത്തിലും ബർക്കത്തിലുമാക്കി കൊടുക്കണേ പടച്ചവനെ. കണ്ണിൻ്റെ രോഗം, കണ്ണിന് യാ നൂർ യാ നൂർ യാ ബസീർ യാ അള്ളാ, ഇത് എപ്പോഴും ഓതി ഇങ്ങനെ തടവണം 313 പ്രാവശ്യം. യാ നൂർ യാ ബസീർ യാ അള്ളാ, കണ്ണിൻ്റെ അസുഖം. പിന്നെ അറിയെങ്കിൽ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്, സൂറത്തുൽ ഖാഫിലുള്ളതാണ്. ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ, കണ്ണുമായി ബന്ധപ്പെട്ട രോഗത്തിന് ഇത് ഓതുക. പിന്നെ അടുത്തത് അല്ലാഹുമ്മ നവ്വിർ ബസരി വ ബസീറത്തി വ സിരി വ സരീറത്തി ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം യാ ഖരീബ് യാ മുജീബ് റുദ്ദ അലയ്യ ബസരി, ഒരുപാട് ദുആ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാം സ്ഥിരമായിട്ട് ഇൻഷാ അല്ലാഹ്. കണ്ണിൻ്റെ അപ്പോൾ ഈ ദുആ ഞാൻ ചെയ്യുന്നുണ്ട്. 1992 ഡിസംബർ 6-നാണ് എനിക്ക് ഈ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റൊക്കെ വന്നത്. അന്ന് പരിശോധിച്ച അതേ പോയിന്റിലാണ് എപ്പോഴും ഉള്ളത്. 1992 ഡിസംബർ 6, എത്ര വർഷമായി. ഈ ദുആകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അള്ളാഹു അങ്ങനെ കറക്റ്റ് അതിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ റാഹത്താവും. അസുഖങ്ങളൊക്കെ എല്ലാം മാറ്റിത്തരും. പ്രഷറിന് ഗുളിക മരുന്നുണ്ട്, ഷുഗറിന് മരുന്നുണ്ട്, എല്ലാം കുറച്ച് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ. എന്നാൽ പിന്നെ കഥ തീർന്നില്ലേ? പിന്നെ കഥ നായകൻ ചത്തുപോയ കഥ പോയില്ലേ? അതുകൊണ്ട് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല. ദിവസം തോറും ഓരോ ക്ലാസ്സിൽ ഓരോന്ന് പറഞ്ഞു തരും. അത് പഠിച്ച് അത് അമൽ കൊണ്ടുവന്നത് ഫായിദ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ഫായിദ ഉണ്ടാകണമെങ്കിൽ ഇതിൽ പൂർണ്ണമായൊരു വിശ്വാസം വേണം. അള്ളാൻ്റെ കലാമാണ്, ഖുർആനാണ്. എൻ്റെ റബ്ബ് പറ സദഖല്ലാ സദഖ റസൂലുള്ള, ഇതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ ചെയ്താൽ വല്ലാഹി റബ്ബുൽ ഇസ്സ പടച്ചവൻ നമ്മളെ കൈവിടൂല, ഉറപ്പാണ്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളി. എല്ലാത്തിനും മരുന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. എല്ലാത്തിനും മരുന്ന് പറഞ്ഞാൽ ഏതിനും മരുന്നുണ്ട്, പരിഹാരമുണ്ട്. പരിഹാരം ഇല്ലാത്ത ഒന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് കാര്യം ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ്റെ ഒരു തർജ്ജമ നമ്മൾ വായിക്കണം ഇൻഷാ അല്ലാഹ്. അത് ഉബൈദിലേക്ക് എത്തിച്ചു കൊടുക്കാം. ആ ഖുർആനിൻ്റെ തർജ്ജമ 30 ഭാഗങ്ങൾ അടങ്ങിയ തർജ്ജമ അത് വായിച്ച് നമ്മൾ ഓരോന്നിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു അർത്ഥം മനസ്സിലാക്കി കൂടുതൽ വിശദീകരണം വ്യാഖ്യാനങ്ങൾക്കൊന്നും നമ്മൾ പോകണ്ട. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും വാങ്ങിച്ച് അത് കുറേശ്ശെ ഓതി അത് നമ്മൾ മനനം ചെയ്യണം, പഠിക്കണം. കുറേശ്ശെ ഓതി ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സഹോദരി ഇൻഷാ അല്ലാഹ്, സഹോദരി വീട്ടമ്മ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചാൽ 1 പവൻ്റെ സ്വർണം തരാം. 1 പവൻ്റെ സ്വർണം വീട്ടമ്മ ഏതെങ്കിലും നമ്മൾ തുടങ്ങിക്കോണം, ചാലുവായിക്കൊള്ളുക. എത്ര പേര്? 10 പേര് പഠിച്ചാൽ 10 പവൻ്റെ സ്വർണം. എന്താ റാഫി അമ്മ കൊടുക്കാമല്ലോ അല്ലേ? റാഫി കൈവക്കി കഴിഞ്ഞു. റാഫി അത് എൻ്റെ എല്ലാം ആയത്ത് ഓതി കഴിഞ്ഞു നേരത്തെ. അതാ ഞാൻ പറയാണ്, ഇനി ഇവർ തന്നില്ല ഞാൻ സംഘടിപ്പിച്ചു തരാം. ഒരു വീട്ടമ്മ ഇൻഷാ അല്ലാഹ് വീട്ടമ്മ ഹൗസ് വൈഫ്. എല്ലാവരും കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ബുദ്ധിയാണ്, പെട്ടെന്ന് നാളെ കാണാൻ പഠിച്ചെടുത്ത മാസം. അതുകൊണ്ട് ശരി, ഒരു കുട്ടി 1 വർഷം കൊണ്ട് ആഫുലത്തായാൽ, ഈ മോള് 1 വർഷം കൊണ്ട് ആഫുലത്തായാൽ 1 പവൻ്റെ സ്വർണം കൊടുത്തൂടെ? നമ്മുടെ ഈ ഖുർആൻ്റെ സദസ്സിൽ വന്നിട്ട് 1 വർഷം കൊണ്ട് ഹാഫുലത്തായാൽ ഇന്നുപോലെ ചാലുവാണ്. പകുതി പഠിച്ചു വെച്ചിട്ട് ചാലുവാക്കാൻ നിൽക്കരുത്. പകുതി 15 ദിവസം പഠിച്ചു വെച്ച് ഇനി മുതൽ അങ്ങനല്ല. നമ്മൾ ഈ വർഷം മുതൽ കണക്ക് നോക്കിയിട്ട് 1 വർഷം കൊണ്ട് ഖുർആൻ ആഫദത്തായി നമ്മൾ ഏതെങ്കിലും ആഫദത്ത് സ്ഥാനം കൊണ്ട് ഓതി കേൾപ്പിക്കും എങ്കിൽ ഇൻഷാ അല്ലാഹ് 1 പവൻ്റെ സ്വർണം 1 ലക്ഷം രൂപ. ഓക്കെ. അപ്പോൾ ഒരു വീട്ടമ്മ അത് കാണാൻ പഠിച്ചാൽ, ഒരു വീട്ടമ്മ 3 വർഷം വരെ സമയം കൊടുക്കാം, അവർ കാണാൻ പഠിക്കട്ടെ, 1 പവൻ്റെ സ്വർണം കൊടുക്കാം. എന്താ ഖുർആൻ പഠിക്കുക, ധൈര്യമായിട്ട് പഠിക്കുക. എന്താ ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവരെന്ന് കൈവക്ക്. ഉമ്മ ആണുങ്ങൾ പഠിച്ചാലും തരാം, ആണുങ്ങൾക്കും തരാം ഇൻഷാ അല്ലാഹ്. സ്വർണം നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടു. ഒരു ഇത്ത പോലും കൈവക്കിയില്ലല്ലോ, ഒരാൾ പോലും കൈവക്കിയില്ലല്ലോ. എന്താ അപ്പം നിങ്ങൾ ഖുർആൻ്റെ ക്ലാസ്? നമുക്ക് അടുത്ത ആഴ്ച മുതൽ സൂഫി ഗാനത്തിൻ്റെ ക്ലാസ് വെച്ചാലോ? നല്ല പാട്ട്, നല്ല ആത്മീയ ലൈല മജ്നുവിൻ്റെ ചരിത്രമുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. അതാകുമ്പോൾ നല്ല കേട്ടിരിക്കാനും നല്ല പാട്ട് വടക്കൊക്കെ അടിച്ചില്ലേ. ലൈല മജ്നു അവർ തമ്മിൽ പ്രേമിച്ച സംഭവം കിതാബിലുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാം, നല്ല രസമായിരിക്കും.
അവൻ പോയിട്ട് കാവ്യയുടെ കില്ല പിടിച്ചിട്ടൊക്കെ ചെയ്യുന്ന ദുആയും പ്രാർത്ഥനയും ഒരു വല്ലാത്ത സംഭവമാണ്. അതടിച്ചാലോ? എന്താ പരിശുദ്ധ ഖുർആൻ ഞാൻ പഠിക്കാൻ തയ്യാറാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൈപൊക്കാൻ ഒരു ഉമ്മയില്ലേ? ഒരു പവന്റെ സ്വർണം നിങ്ങൾ വേണ്ട, അതല്ല വിഷയം. എനിക്ക് ഖുർആൻ കാണാതെ പഠിച്ച് എനിക്ക് കബറിൽ കൊണ്ടുപോകണം. ഖുർആനുമായിട്ട് നീ കബറിൽ പോകണം, സന്തോഷമായിട്ട് കബറിൽ. ഖുർആൻ എങ്ങനെ കബറിൽ വന്ന് കിടക്കുമെന്നുള്ളത് വലിയ അത്ഭുതമാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇൻഷാ അള്ളാഹ്. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ പഠിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? കൈപൊക്ക്. വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ആയത്ത് ഓതിയില്ലേ, ഒരു ഹദീദ് പറഞ്ഞില്ലേ, വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി. ഖുർആൻ പഠിക്കാനൊരു ആഗ്രഹം, അതിൽ വിക്കുണ്ട്, പഠിക്കാൻ കഴിയുന്നില്ല. 2 കൂലിയാണെന്നാ പറഞ്ഞത്. ഞാൻ ഇൻഷാ അള്ളാഹ് ഞാൻ നിയത്ത് ചെയ്ത് കൈപൊക്കുന്നു. ഞാൻ നാളെ മുതൽ തുടങ്ങും. ഇനി 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ എപ്പോഴായാലും എൻ്റെ പരിശ്രമം ഞാൻ തുടങ്ങാൻ പോവാണ് എന്ന് ആഗ്രഹിച്ച് പോലും ഒരെണ്ണം കൈപൊക്കിയില്ലല്ലോ അള്ളാഹ്. എന്ന് ആഗ്രഹിച്ചിട്ട് പോലും. ഇപ്പൊ ഇവര് കരുതുന്ന 3 വർഷത്തിനുള്ളിൽ നടന്നില്ലെങ്കിലോ? നടത്തുന്നതൊക്കെ അല്ലാഹ് അല്ലേ? നടത്തുന്നതൊക്കെ അല്ലാഹ് അല്ലേ? നമുക്കൊരാഗ്രഹം വെച്ചൂടെ ഖുർആൻ പഠിക്കണമെന്ന്? അതുകൊണ്ട് കുറേശ്ശെ ഈ പ്രാവശ്യം പോലും ഞാൻ പഠിച്ചോളാം, എന്നാ ഓതിക്കോളാം എന്ന് ആഗ്രഹിച്ച് കൈപൊക്കാനല്ലേ പറഞ്ഞത്? ആരെങ്കിലും പൊക്കിയോ? ഒന്നുകൂടെ ചോദിക്കുന്നു. 2-3 ഉണക്ക കൈകൾ പൊങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉള്ളതാവട്ടെ. അല്ലാഹുവേ, ആ കരങ്ങൾക്ക് നീ ശക്തി കൊടുക്ക് പടച്ചവനെ, നീ ശക്തി കൊടുക്ക് പടച്ചവനെ, നീ ശക്തി കൊടുക്ക് പടച്ചവനെ. ഇൻഷാ അല്ലാഹ് ആഗ്രഹിച്ച് കുറേശ്ശെ പഠിക്ക്. നമ്മുടെ ക്ലാസ്സിലൊരു മാറ്റം ഉണ്ടാകണം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടിയിൽ, ഈ ഖുർആൻ ക്ലാസ്സിൽ 2 പേര് ഹാഫിളത്തായി. ബടുക്കലിൽ ഞാൻ പോയി. 65 വയസ്സുള്ള ഒരു കിളവൻ ഹാഫിളായി. 65 വയസ്സ് ബടുക്കലിൽ ഞാൻ പോയി. 57 വയസ്സുള്ള ഒരു ഉമ്മ ഹാഫിളത്തായി. 57 വയസ്സ്. എത്ര പേര് ഹാഫിളത്തായി? ഇത്രയും പേര് ഖുർആൻ പഠിച്ചാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഒരു 5 ആയത്ത് 10 ആയത്ത് ദിവസം തോർമ്മിച്ച് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ.